ഹായ് ഹായ്, വെൽക്കം ടു മൈ ലൈഫ്. ദാ വരുന്ന ഒരു 1 മിനിറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തുണ്ട് വിശേഷം? ലിയോ കാക്ക അല്ലേ? ലിയോ കാക്ക പോലെ കാക്ക ദാ വരുന്നു. ലിയോ കാക്ക പോലെ കാക്ക, ലിയോ കാക്ക പോവല്ലേ, നിങ്ങള് പോവല്ലീ. ഹസീന ഷാജി ഹായ് ബിസ്മി, ഹായ് ഹായ്. ഹായ്, അസ്സലാമു അലൈക്കും കാക്കേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. പറഞ്ഞോ നിക്കേ. ഹായ് ബിസ്മി, ഹസീന ഷാജി ഹായ് ലിയോ. ഹസീന ഒന്ന് കേറാമോ? ടുഗദർ ആയത്, കേറുന്നോ? ഹസീന ഒന്ന് കേറാമോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഫുഡ് കഴിച്ചോ ബിസ്മി? ഇല്ല. സുമി ഹലോ, കോട്ടുവായിട്ടോണ്ട് വരുവാണല്ലോ. ഹസീന കേറുന്നോ? ഇത് ടുഗദർ ആണ്. ലിയോ കാക്ക കേറുവോ? ലിയോ കാക്ക അവിടെ കേറൂന്ന് എനിക്കറിയാം. കേറോ? ലിയോ കാക്ക ഒന്ന് കേറോ? ലിയോ കാക്ക. ഹായ് സുമി. ലിയോ എനിക്കറിയത്തില്ല കേട്ടോ. ലിയോ കാക്ക ഒന്ന് കേറോ? ലിയോ കാക്കായ്ക്ക് കേറണമെങ്കിൽ ആദ്യം ബ്ലൂ എടുക്കണം അല്ലേ? ഷബീർ മുഹമ്മദ് ഹായ്. ലിയോ കയറ്. ഹായ് ഷബീർക്ക. അസ്സലാമു അലൈക്കും. ഹായ് സുമി. ലിയോ കേറോടാ. എനിക്ക് അവിടെ കുട്ടിമോളുടെ അവിടെ കേറൂന്ന് പറഞ്ഞു. ഹസീന കേറോ? ഹസീന ഷാജി അഫ്സൽ കൂയ് കൂയ്. ഹായ് ഹായ്. ലൈക്ക് ടു താങ്ക് യു ലിയോ കാക്ക എന്ന് പറഞ്ഞു. അല്ല, അവിടെ ലിയോ കാക്കാന്ന് വിളിക്കുന്നു. അപ്പൊ എനിക്ക് അറിയത്തില്ല ഇത് ആരാന്ന്. അഫ്സൽ, ലിയോ, ഷെബീനാണോ പേര്? ലിയോ. യോ എന്നാ വെയിലാണ്. സുമി എവിടെ പോവാ? വെയില് ഇറങ്ങല്ലേ. ലിയോ കാക്ക എനിക്ക് അറിയത്തില്ല. സുമി അല്ല, ഹസീന കയറോ? വിളിച്ചത് ഷെബി ബ്രോ കയറും. അതാരാ ഷെബി? ഓ, ഷെബീർ മുഹമ്മദ് അതാണോ? വെയില് വെയിലെന്ന് പനി പിടിക്കും മറുവാ. മറുവാ ബിസ്മിത്ത വൈകുന്നേരം ഞങ്ങളുടെ ലൈവിൽ വരുമോ? പിന്നെ ഞങ്ങളുടെ അവിടെ വരുമല്ലോ. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? എന്താണ് തിരക്കാണോ? എങ്ങനുണ്ട് ഇന്നത്തെ ദിവസം? മഴയാണോ വെയിലാണോ? എന്താ പേര്? എന്റെ പേര് ബിസ്മി. ബിസ്മി കൊല്ലം. ഹൗസ് വൈഫാണ്. 3 കുട്ടികളുണ്ട്. ഇല്ല, ഇറങ്ങിയിരിക്കുക. ഷെബീക്ക കണ്ടു. എന്റെ അത്ര വരില്ല, വന്നില്ല. ഹസീന ഒന്ന് കേറാമോ? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കിങ് ഹസീന. ഹസീന കേറുന്നില്ല കിങ്ങേ. കുട്ടിമോളെ എന്ന് പറയോ വരാൻ? ഞാൻ വിളിച്ചില്ല, സെറ്റ് ചെയ്തിട്ടത്തേനാണ്. ഷബീർക്ക അവിടെ ബിസ്മി ഉറങ്ങുവാണോ? ഏത് ബിസ്മി? ഞാനാ? കോഹ്ലി. ഹസീന ഒന്ന് കേറാമോ? എന്നാ വീടാണ് പോന്നു.
അകത്ത് അവളുമാരൊക്കെയുണ്ട്. ഒന്ന് കയറൂ ഹസീന, ആരെങ്കിലും കേറൂ. എന്റെ ചപ്പലും നിർത്ത്. സുമി, ബിസ്മി സുഖമില്ല അതാ ഞാൻ ലൈവിൽ വരാത്ത പൊന്നെ. കിങ്ങേ, കുട്ടിമോളെ വിളിക്കാം. ആ വിളിക്ക്. ഇതാണ് എന്റെ സ്ഥിരം സ്പോട്ട്. അസി, പനി കുറവായില്ലേ? ഹായ് ബിനിച്ചേട്ടാ, ഹായ് ഹായ്. ലൈക്ക് 6, താങ്ക് യു സോ മച്ച്. എന്തായി, ചോറൊക്കെ കഴിക്കാറായോ? എന്തുണ്ട് വിശേഷം, സുഖമാണോ? ഇന്ന് വന്നായിരുന്നു. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, ഇന്നലെ ലൈവൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഹായ് ഹലോ അസ്സലാമലൈക്കും. വലൈക്കും മുസ്സലാം. ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കുന്നത് എന്താണ് പേര്, എന്താണ് പേരെന്ന്. എന്റെ പേര് ബിസ്മി. ബിസ്മി ഞാൻ കുറെ നേരമായിട്ട് പറയുന്നത്. ഹായ് ചേച്ചി. ആ ബിസ്മി ബിസ്മി തന്നെ പേര്. ബിസ്മി ബിസ്മി തന്നെ പേര്. അതാ അതെ ബിസ്മില്ലാന്ന് അസിന ഇട്ടിരിക്കുന്നത്. ബിസ്മില്ല എന്നാ, ബിസ്മില്ല എന്ന പേര് ശരിക്കും? അല്ല, ബിസ്മിന്നാണ് പേര്. അപ്പൊ ഞാൻ ബിസ്മില്ല അങ്ങനെയൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങ് തുടങ്ങിയത്. അപ്പൊ ബിസ്മില്ലാന്നങ്ങ് ഇട്ട്. അത് ശരി. അപ്പൊ ബിസ്മില്ലാന്നിട്ടപ്പോ അവിടെ കുറെ ബിസ്മില്ല ഉണ്ട്. വേറെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ വേറെ ഒന്നും ഓർമ്മ വന്നില്ല. അള്ളാഹു അക്ബർ എന്നങ്ങ് ഇട്ട്. കൊള്ളാലോ. സുമി ഹലോ ഷെബിർക്കാന്നുണ്ട്. സുമി ബ്ലൂ യേഴ്സ് പറഞ്ഞ്. ബിൻചേട്ടാ എന്തൊക്കെയാണ് ബിൻചേട്ടാ വിശേഷങ്ങള്? ബിസ്മി എവിടെ വീട്? മലപ്പുറം? അല്ല, ഞാൻ കൊല്ലവാ. ആഹാ, കൊല്ലം. പക്ഷെ ഈ കിട്ടിയിരിക്കുന്നതെല്ലാം പേര് ആരാ മലപ്പുറം ഇവിടെ പേരാ. കേട്ടത്? ആഹാ, കേൾക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും ഒന്ന് കേറി, ഇവിടെ ആരെങ്കിലും ഒന്ന് കേറിയെന്ന്. ആരെങ്കിലും വന്ന് പെട്ടെന്ന് ഇറങ്ങാലോ വെച്ചിട്ട് വെറുതെ ഒന്ന് കേറിയതാ. എന്റെ ഗസ്റ്റിനെ കളിയാക്കരുത് ഹസീന. ഏഹ് എന്റെ ഗസ്റ്റിനെ കളിയാക്കരുത്. എല്ലാ ബിസ്മി, ഈ ഈ കിളവി ഇതൊരു കിളവിയാണ്. ഈ ഹസീന പറഞ്ഞത്. ഈ ഡി പി ഒന്നും നോക്കണ്ട. ഏഹ് അത് വേറെ അവളെ എന്തുണ്ട്? മോളെ ഫോട്ടോ വെച്ച് ഡി പി വെച്ചിട്ട് 55 വയസ്സായ ഒരു കിളവിയാണിത്. ആണോ? നീച്ച് നടക്കാനും പോലും വയ്യ. ആ, നീച്ച് നടക്കാൻ പോലും വയ്യ. ഇപ്പൊ വയ്യാതെ കെടുക്കാണ്. നിന്റെ ഗസ്റ്റ് ഇന്റെ എന്റെ ഗസ്റ്റ്. ഇഷ്ടമാണ്. ആണോ? ഉം നിങ്ങള് ഹസീന വൈഫാണോ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഹസീന? പനി? ഏഹ് നിങ്ങളെ വൈഫാണോ ഹസീന? അല്ല, അതിന്റെ പെങ്ങള്. പോ ആവശ്യമില്ലാത്ത കള്ളൻ. പറയല്ലേ. 55 വയസ്സ് ബാക്കി ബാക്കി എവിടെ പോയത്? ബാക്കിയൊക്കെ ഉണ്ട്. ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇരിക്കാൻ ടൈം ഇല്ല ബിസ്മി. തറവാട്ടിൽ പോകാനുള്ളതിന് മുമ്പ് പറ്റാവുന്ന ലൈവ് ഒന്ന് കേറട്ടെ കേട്ടോന്ന്. ഓക്കെ. എന്റെ സഹോദരനാണ് കുരിപ്പേന്ന്. അല്ല പിന്നെ ഞാൻ പോട്ടെ ഗെയ്സ്, പിന്നെ കാണുക. അങ്ങനെ പോവില്ലേ? അങ്ങനെ പോയാ എങ്ങനെ ശരിയാവുക? ഇക്കാടെ വീട് എവിടെ ഇക്കാ? ഞാൻ പാലക്കാട് പട്ടാമ്പി. പാലക്കാട് പട്ടാമ്പി. ഇജ്ജ് രാവിലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. വന്നായിരുന്നു. അപ്പൊ ഇക്കായും ടുഗദർ ആയിരുന്നു. വേറൊരു കാക്കായിരുന്നു കൂടെ. അതെ, ഉസ്മാനിക്ക. ആ സപ്പോർട്ട് ലൈവ് ആണ്. ആ ഏഹ് കേട്ടില്ല. ബിനിച്ചേട്ടാ നമ്മുടെ പോന്നു. സപ്പോർട്ട് ലൈവ് ആണ് പറയാ. ഓ ഓ ഞാന് റെയറായിട്ടേ അവിടെ വന്നിട്ടുള്ളൂ. വന്നിട്ടുണ്ട്. നിന്നെ ഇവിടുന്ന് ഫസ്റ്റ് എപ്പോഴും കാണണേ സെയിന്റ് ലൈവിന്ന്. അതുകൊണ്ട് സെയിന്റെ ലൈവ്, പിന്നെ ബാവക്കാടെ ലൈവിൽ കണ്ടിട്ടുണ്ട്. ബിനുചേട്ടാ വേറെ എവിടെ? പോകലേന്നുണ്ട്. പിന്നെ വർക്കുണ്ട് അതാന്നുണ്ട്. വർക്കിന്ന് ഓക്കെ. ലീവാക്കി കുറച്ചേരം ലൈവ് കഴിഞ്ഞിട്ട് പോവാറ്. അസിന, നീ എന്റെ ചങ്കല്ലേ. നിനക്ക് 27 വയസ്സ്. 27 വയസ്സ് 20 കൊല്ലം മുന്നേ കഴിഞ്ഞു പോയി.
ഓ അത്രക്ക് വേണ്ടായിരുന്നു കോഹ്ലിന്ന്. ഉം ഇവളെ മോൾക്ക് തന്നെ 27 വയസ്സായിക്ക്ണ്. ഉം ഇന്ന് ലീവില് ഇക്ക എന്തെയ്യ വർക്ക് ചെയ്യാണോ? ഏഹ് ഇക്ക എന്ത് ചെയ്യുവാ വർക്ക് ചെയ്യുവാണോ? ആഹ് ഞാൻ ഷോപ്പിലാ. ബാംബു വേൾഡ് ഇത്ത വന്നിട്ടുണ്ട്. ഹായ് ഹായ് അസ്സലാമലൈക്കും. ഇപ്പ എല്ലാരോടും ടാറ്റാ ബൈ ബൈ. ഓക്കെ സുമി. ബാംബു വേൾഡ് ലൈക്ക് അടിച്ചിട്ടുണ്ട്. കിങ് ഹസീന എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. നിങ്ങളെയൊക്കെ മോണിയൈ അസീനല്ലേ ചാനലല്ലേ? ആഹ് ഞമ്മള് മോണിയായി ചാനലാണ്. പൈസ വേടിക്കാൻ തുടങ്ങിയ ചാനലാണ്. എത്ര വർഷായി? ഞാൻ 5 വർഷായി. ആണോ? ഉം നമ്മള് സപ്പോർട്ടില്ലായ്മ ഇപ്പൊ സബ്ബ് സ്പാമാവണേനും സബ്ബ് ലൈക്കൊക്കെ പെടപെടാ യിട്ടിങ്ങനെ അടിക്കണ ചാനല്. ഓ ഇപ്പൊ സബ്ബ് സ്പാമായാലും സബ്ബ് കൊടുക്കല് നിർത്തി വെച്ചിക്ക്. ഏഹ് ഞാനിപ്പോ 5 മാസായി 6 മാസായി. ആഹാ ഞാൻ ചാനലാക്കിട്ട് 1.5 വർഷം ബാക്കിയൊക്കെ ഐഡിയ ആയിട്ട് നടക്കേന്ന്. ഓഹ് നമ്മള് ഫുള്ള് എനിക്ക് ഹസീനക്ക് വണക്കായിട്ട് ചെലവ് വേടിച്ചു. ലൈവില് കേക്ക് മുറിക്കോ ലൈവായിട്ട്? ഓഹോ അല്ല നിനക്ക് എത്രായി സബ് എത്രായി? എനിക്കാ ആഹ് എനിക്ക് 1.4K. കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടോ നല്ല ഇത് കേറും. നമ്മളെ ലൈവിനെക്കാട്ടും പ്രാധാന്യം ഇത് വരും വീഡിയോക്ക് വരും. ആഴ്ചയിൽ 3 വീഡിയോ കിട്ടും. ഷോർട്സിലല്ലല്ലേ കാര്യം. ഷോർട്ടില് ഒരു കാര്യം ഷോർട്ടില് സബ് കേറാൻ മാത്രം. ഷോർട്ടില് ഒരു കാര്യവുല്ലട്ടോ. ആഹ് ആഹ് ഷോർട്ടൊക്കെ കേറുമ്പോ മില്യൺ കേറണം. ഒരു ദിവസം കൊണ്ട് 1 മില്യൺ കേറണം. ഓഹ് അതൊന്നും നമ്മള് ജന്മം തപസ്സിരുന്നാ കിട്ടൂല. ഉം എന്തേലും ടെക്നിക്ക് ഉണ്ടേ പറഞ്ഞ ക്ലിക്ക് ആവാൻ ഇതേ ഉള്ളൂ. ഏത്? ഇതിനകത്ത് ക്ലിക്ക് ആവാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? ക്ലിക്ക് ആവുന്നില്ല ഒന്നും ചെയ്യില്ല. ടുഗദർ ഇടുക വാച്ച് അവർ കേറും. വാച്ച് അവർ ഇടണെങ്കി ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ടുഗെദർ ഇടുക. ആഹ് ഉം നമ്മൾ ഷെബിക്ക അങ്ങോട്ട് പോയി തരുമ്പോ കേറിയാ എന്തെങ്കിലും ഗുണമുണ്ടോ? എങ്ങനെ? നമ്മൾ അങ്ങോട്ട് കേറിയ ഗുണമുണ്ടോ? ഇങ്ങോട്ട് കേറിയാലല്ലേ? എങ്ങട്ട്? നമ്മുടെ ലൈവില് ടുഗദർ ഇട്ടാലല്ലേ ഗുണള്ളൂ. വേറെ ടുഗദറിൽ പോയി കേറിയാലുണ്ടോ? അങ്ങനെയല്ല ഞമ്മള് വേറെ ടുഗെദറിൽ കേറിയിട്ടുണ്ടെങ്കിൽ അവര് വന്നിട്ട് തിരിച്ച് നമ്മളെ ടുഗെദറിൽ കേറി സപ്പോർട്ട് ചെയ്യും. ആഹ് 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 ഇപ്പൊ നിന്റെ ടുഗെദറിൽ ഞാൻ കേറി. അപ്പൊ ഞാൻ ആഹ് ടുഗെദർ ഇടുമ്പോ ചിലപ്പോ നീ നമ്മൾ ലൈവില് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് കേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ആവുമല്ലോ. ഓഹ് ഓഹ് അങ്ങനെ. ഒരു സപ്പോർട്ട് ആഹ് നമ്മള് പ്രതീക്ഷിക്കേണ്ട. ഇങ്ങട്ട് സപ്പോർട്ട് കിട്ടുമ്പോ നമ്മള് അങ്ങോട്ട് തിരിച്ച് സപ്പോർട്ട് കൊടുക്കൂല്ലേ? ആഹ് അതാണ് നമ്മള് പറഞ്ഞത്. അപ്പൊ നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച്ആറും. പിന്നെ നിങ്ങൾക്ക് 2 ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണില് പ്ലേ ലിസ്റ്റ് ആക്കി വെക്ക വീഡിയോ. ഉം പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ട് പ്ലേ ലിസ്റ്റ്ക്ക് രാത്രി കെടുക്കുമ്പോ പ്ലേ ലിസ്റ്റ് വേറൊരു ഐഡിയ വെച്ചിട്ട് ഓടിക്കുക. നിങ്ങളെ സ്വന്തം ഓഹ് ഐഡിയ അല്ല. വേറെ നിങ്ങളെ ചാനലില് വരെ അതില് ആഡ് ചെയ്തിട്ട് പ്ലേ ലിസ്റ്റിൽ ഒരു 10 വീഡിയോ 20 വീഡിയോ കൊടുക്കുക. ഒരു ഉം 8 മണിക്കൂർ ഡെയിലി ഓടാന്. അങ്ങനെ 10 ദിവസം ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് 80 മണിക്കൂർ. അങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു 4 മാസം കൊണ്ട് മോണിയാക്കി എടുക്കാം. അക്കൂസ് ഓൺ യൂട്യൂബ് ഹായ് നെറ്റില് ഹായ്. പറ്റും. ലൈവ് ഇടാത്ത അങ്ങനെ അവര് മോണിയാക്കി എടുക്കണം അങ്ങനെയല്ലോ. ആഹ് അതൊന്ന് നോക്കണം. പ്ലേ ലിസ്റ്റ് നമ്മള് പ്ലേ ലിസ്റ്റ് ഒക്കെ തന്നെ അറിയൂല്ലേ? പ്ലേ ലിസ്റ്റ് ആക്കാൻ അറിയില്ല. പ്ലേ ലിസ്റ്റ് ആക്കാൻ ഒരു പണിയുമില്ല. വീഡിയോസ് കംപ്ലീറ്റ് നീ എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട്? ഒരു 7-8 കാണും. ഒരു 10-15 വീഡിയോസ് ഒന്ന് പെട്ടെന്ന് സ്പീഡ് ആക്കുക. ഒരു ആഹ് 5 മിനിറ്റ് 6 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് 10 മിനിറ്റിന്റെ ആഹ് ഒക്കെ വീഡിയോ ലോങ് വീഡിയോ ഒരു 10 മിനിറ്റിന്റെ ഒക്കെ വീഡിയോ എടുക്കുക. ഉം അത് ഉം ഒരു അമ്മാണെങ്കിൽ പ്ലേ ലിസ്റ്റ് ഇടണം. എന്നാലാണ് ഇങ്ങനെ ഓടിക്കുക. അത് ഓടിച്ച് തന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ നമ്മളൊരു 2-3 ചാനല് ആഡ് ചെയ്യുക. ഉം എന്നിട്ട് നമ്മുടെ ചാനലിലത്തെ വീഡിയോ ഓടിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ വാച്ച് അവർ കയറും. ഓക്കെ. വൈഫൈ വേണട്ടോ ഇതിന് മസ്റ്റ് ആയിട്ട്. വൈഫൈ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നെറ്റ് വൈഫൈ വെക്കണേനും കാര്യമാവും, നിങ്ങൾക്കും ഒരു കാര്യമാവും. ആയി വരണ്ട് ലൈക്ക് AM മോട്ടോഴ്സ് സാഡ് ആയി വരണ്ട്. AM ഷോട്ട് ഇത്താ എനിക്കറിയാം. അസ്സലാമു അലൈക്കും ഇത്താ. ഫുഡ് അസീന ഊണ് അങ്ങനെ പോയി അസീന. കഴിക്കാറായോ? ഏഹ് ഊണ് കഴിക്കാറായോ? ഇവിടെ ഫുഡില്ല. ഫുഡ് ഇപ്പൊ കഴിച്ചു വന്നോളൂ. ഇനി കുറച്ച് കഴിയും. പിന്നെന്താണ് ഓരോ ഷോട്ടിന് ഡെയിലി 2 ഷോട്ട് ഇടുക. രാവിലെ ഒന്നിടുക, വൈകുന്നേരം ഒന്നിടുക. ഇടുന്ന ഷോട്ടിന്റെ സമയം കൃത്യസമയാക്കുക. എന്നാൽ വ്യൂസ് കയറും. ഓരോ ദിവസം എത്ര ആൾക്കാര് വിളിക്കണു. ഇതേപോലെ ഓരോ ആൾക്കാർക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് കുറെ ആൾക്കാർ വിളിക്കും, മെസ്സേജ് ഇടും. ചാനലില് നമ്പർ കിടക്കണ കാരണം കുറെ ആൾക്കാർ വിളിക്കണം ഇതാക്കുന്നുണ്ട്. എല്ലാ സംശയങ്ങളും ഇതാവുന്നുണ്ട്. നമ്മക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. നമുക്ക് നിശ്ചയില്ലാത്ത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണതൊന്നും ഇല്ലല്ലോ. അത് ശരിയാ സത്യം. നമുക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ വന്ന സാഹചര്യം എല്ലാരും രക്ഷപ്പെടട്ടെ അല്ലേ. നമ്മളോട് ചെയ്യാൻ പറ്റണത് മറ്റുള്ളവരോണ്ട് ഇല്ലേ. നമ്മളൊരു സപ്പോർട്ടല്ലേ എപ്പോഴും പ്രതീക്ഷിക്കണുള്ളൂ. പരസ്പരം സപ്പോർട്ട് ചെയ്യല്ല, പറയാതിരിക്കുക. അതെ. ബിസ്മി മുതലാളി ഇവിടെ വന്നിരിക്കുകയാണല്ലേ. ആഹാ ലുക്ക്, മുതലാളി ഇവിടെ വന്നിരിക്കുകയാണ്. എന്ത് പറ്റി ലുക്ക്? വീഡിയോ അടിപൊളിയായിട്ടാ ലുക്ക്. ഒരു ട്രോൾ വീഡിയോ ഇട്ടുണ്ട്, ഒന്ന് പോയി കാണണട്ടാ. കണ്ട മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അതാണ് അത് പണ്ടേ അങ്ങനെ തന്നെയല്ലേ ലുക്കിനെ അറിയാം. ലുക്കിത്തെ ലൈക്കായ കുറച്ചു നാളായി പരിചയപ്പെട്ട്. ലുക്ക് ഇവിടെ ലൈക്ക് ഒന്നും അടിച്ചില്ലല്ലോ. ആരും ലൈക്ക് അടിച്ചില്ലല്ലോ. ലൈക്ക് ആരും അടിച്ചില്ല, ഓടിക്കാണില്ലായിരുന്നു. ഇവിടെ എത്ര ലൈക്ക് കിട്ടാറുണ്ട്? ഇവിടെ ഒരു 20 അത്രയൊക്കെ കിട്ടും. ഏറ്റവും ടോപ്പ് 20? ഏറ്റവും ടോപ്പ് എത്ര അതിനകത്ത് വരെ കിട്ടിയില്ലേ? കേട്ടില്ല, എന്ത് ഏറ്റവും മനസ്സിലായില്ലേ? ടോപ്പ് ലൈക്ക് എത്ര വരെ കിട്ടിയില്ലേന്ന്? 30-നകത്ത് 30. ഒരു മിനിറ്റ് ഒന്ന് കാണുന്നുണ്ടോ? ഒരു മിനിറ്റ് ട്ടാ. ഞാൻ കണ്ടു സാഗ്രത്താന്ന് പറയണ്ട്. ഓക്കെ, ലൈക്ക് 9. എല്ലാരും ലൈക്ക് അടിക്കട്ടാ. നമ്മളെ ചാനൽ ഒന്ന് പിൻ ചെയ്തേക്ക്. ഒരു മിനിറ്റ് ട്ടാ. ഒരു കാര്യത്തിന് ലൈക്ക് അടിക്കാനോ. ഏത് ചാനല്? എന്റെ ചാനൽ മെസ്സേജ് ഇട്ട് ഏതെങ്കിലും ഒറ്റ മിനിറ്റ്. അസറുദ്ദീൻ ചുട്ടിമോളെ വന്ന. ഹായ് ചുട്ടിമോളെ നിക്കണേ. അസറുദ്ദീൻ ഹൈലുഗ്മി അസി പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഓക്കെ ഓടിച്ചാടി വരും. അസീനത്ത് ഏത് സ്ഥലം? അസറുദ്ദീൻ ഏത് സ്ഥലം? അസറുദ്ദീൻ ലുക്കത്താ എനിക്കറിയാം. ആറ്റിങ്ങലല്ലേ? അല്ല, ആലങ്കോട്. അസീനത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? എന്തായി? ഫുഡൊക്കെ റെഡിയായി? കഴിക്കാറായോ? അസറുദ്ദീൻ ചാടി വരണ്ട, വീണ കാലൊടിയും. അസറുദ്ദീൻ ഫുഡൊക്കെ ആയോ? കഴിച്ചോ? ഹായ്. അസീനത്തെ ജോലിയൊക്കെ ഒതുങ്ങിയോ? മറ്റേയൊക്കെ ഇറങ്ങിപ്പോയോ? ഞാൻ ലുക്കിന്റെ വീട്ടിനടുത്ത്. ആണോ ആണോ ലുക്ക്ക്ക? അസീനാത്ത നിങ്ങളെ വീട്ടിന്റെ അടുത്താണോ? ഹസി അല്ല, അസി. അസറുദ്ദീൻ കേറുവോ? അസറുദ്ദീൻ എവിടെ? കുട്ടിമോളുണ്ടോ? കുട്ടിമോളെ, ചോറടുപ്പിലാണ്. കേറുവോ?
ഹലോ ഹായ് 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 ലൈക്ക് അടിച്ചോ ലുക്ക് ഇക്ക പറഞ്ഞു കൊടുക്ക ലുക്ക് ഇക്ക പറ ഇക്ക ലുക്ക് ഇക്കായ ഞാൻ തന്നെ ഇത്താന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ലുക്ക് ഇത്താന്ന് പറഞ്ഞ് അവസാനം പിന്നെ ഒരു ദിവസം പറഞ്ഞ് ഇക്ക അല്ല ഇത്താന്ന്. ഛെ ഇത്ത അല്ല ഇക്കാ. അത് ഇട്ടിട്ടുണ്ട് ഇതിന്ന് ലൈവില് ഇരിക്കുമ്പോ കേറുവോന്ന് അറിയില്ല. കേറാണെങ്കിൽ 100 കേൾക്കാം. ആഹ് ഷബീർക്ക വരും. ഏഹ് ഷബീക്ക വരും ബിസ്മി ആഹ് വേറെ ഏതാ നിങ്ങൾക്ക് തന്നെ ഗ്രൂപ്പ് കാണും അല്ലേ? കേറാന് പിന്നെ ഇക്ക ഒരു സംശയം ഈ വാച്ച് അവർ കേറുന്ന കാണിക്കുന്നില്ലല്ലോ അതെങ്ങനാ? നമ്മള് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചുതരാം. എന്റതിലൊരു സെറ്റിങ്സ് മാറി കിടക്കുവായിരുന്നു അപ്പൊ എനിക്കിപ്പോ ഒന്നും കേറിയിട്ടില്ല. അത് വൈറ്റ് സ്റ്റുഡിയോ ഇല്ലോ? ആഹ് വൈറ്റ് സ്റ്റുഡിയോ എടുക്കുക. വൈറ്റ് സ്റ്റുഡിയോയില് അത് ഓപ്പൺ ചെയ്ത് വെക്കുന്ന വാച്ച് അവർ കാണിക്കും ഒരു പെട്ടിക്കോളത്തില്. ആഹ് കാണിക്കണ്ടാ? അത് കാണിക്കും. ഇപ്പൊ 1960. വൈറ്റ് സ്റ്റുഡിയോ ഇപ്പൊ ഞമ്മക്കൊന്നും കാണിക്കൂല എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ വാച്ച് അവർ ഓൾറെഡി സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് കാണിക്കൂല. ആഹ് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാട്ടാ. ആഹ് നിങ്ങൾക്ക് ഇതേപോലെ പെട്ടിക്കോളത്തിൽ വാച്ച് അവർ കാണിക്കും. കാണിക്കും. ഇത് നിക്കുക ഇങ്ങനെ ആഹ് നിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വാച്ച് അവർ കാണിക്കും. ആഹ് നമ്മളെ ആഹ് ഈ സാധനം ഒരു ഇത് കുറച്ചുള്ള വാച്ച് അവറാണ് കാണിക്കുക ഒരാഴ്ചത്തെ. ആണോ? ആഹ് ഇതേപോലെ നിങ്ങൾക്ക് കാണിക്കും. ആഹ് മനസ്സിലാവുണ്ടോ? ആഹ് മനസ്സിലാവുണ്ടോ? അതിനകത്ത് അല്ല മറ്റേ ഇല്ല ചിലര് പറഞ്ഞ് ഇവിടെയല്ല നോക്കുന്നത് മറ്റേ ഇല്ല അതിനകത്ത് തന്നെ ഇല്ല അല്ലല്ല ഇത് 3000 4000 ഒക്കെ ഇതിപ്പോ നമ്മള് ഇത് ഡോളർ ചിഹ്നം ആയതുകൊണ്ടാണ്. ഇതിപ്പോ നമ്മള് പൈസ ഇത് നമ്മള് ഡോളർ കിട്ടണതിന്റെ ഇതാണ്ടാ ഡോളർ ആഹ് കേറണതിന്റെ അത് കണ്ടോ? ഇതിന്റെ ഇതേപോലെ ഇവിടെ ഒരു 4000 എഴുതി കാണിക്കുന്നു. 3000 എഴുതി കാണിക്കുന്നുണ്ടാവും. ഇതേപോലെ ഒരു നീല മാർക്കില് ആഹ് അതിന്റെ അടിയിൽ എഴുതി കാണിക്കണം എത്ര വാച്ച് അവർ എന്ന്. അതിന്റെ ജസ്റ്റ് ഈ വൈറ്റിൽ കാണിക്കും കേറുമ്പോ ആ ബോക്സിനകത്ത് കാണിക്കുന്ന എന്ത് വ്യൂസും വാച്ചവറും. അതല്ല വാച്ച് അവർ അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു വര കാണിക്കും. ആ വരയുടെ അടിയിൽ എഴുതി കാണിക്കണം വാച്ച് അവർ. അതാണല്ലേ ഇപ്പൊ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ കുറവാ. അപ്പൊ അത് തുടക്കത്തിൽ കുറച്ച് തന്നെ വരുള്ളൂ. ആഹ് ഏഹ് ഞമ്മളെ തുടക്കത്തിലേ അത്രന്നെ കേറി വരുള്ളൂ പറയാ. ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണ് എന്റെ നാട്ടുകാരി. ഷെബീക്ക ഹായ് ചേച്ചി. അല്ലാതെ ഒരു ട്രോള് കൂടി ഇട്ടിട്ടാ പറ്റുന്നവരൊന്ന് കാണട്ടാ. ഞാൻ ഇടയ്ക്ക് കേറി കണ്ടായിരുന്നു. നിങ്ങൾ വേറെ ഏതോ ആരെയോ അതല്ല യൂട്യൂബിലുള്ള ഒരു താത്തായെ അസീനാക്ക് കൊടുത്താണ് ഏറ്റവും വലിയ പണി. അസീനാന്റെ ട്രോൾ വീഡിയോ ഒക്കെ അതിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ പോയി കാണുക. അത് ഞാൻ കണ്ട്. അസീനാടെ ട്രോൾ വീഡിയോ ഒക്കെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അസീനാടെ ട്രോള് വീഡിയോ ഇട്ടിട്ടുണ്ടാന്ന് പറയാ. ഞാൻ കണ്ടായിരുന്നത്. ലൈഫ് ടൈം ഹലോ കബീറക്ക അസ്സലാമലൈക്കും. ഹലോന്ന് പറയണ്ട്. എന്റെ നാട്ടുകാരി ഷെബീർക്ക ഹായ് പറയണ്ട്. ഹലോന്ന് പറയണ്ട്. എല്ലാരും ഇതാക്കുക ഒന്ന്. അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ 365 ദിവസം കിട്ടും. പല ദിവസം കിട്ടും. 60 ദിവസം വേണമെങ്കിൽ 60 ദിവസം കിട്ടും. അതന്നെ അതിൽ നോക്കിയാൽ മതി. അതിൽ നോക്കിയാൽ നമുക്ക് അറിയാം. എല്ലാ കാര്യങ്ങളും അറിയാം. വേണ്ട.
ഗംഭീരാക്കാർക്ക് ഒന്നും ജയിക്കാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ സമയം 10 മണി. അല്ലാണ്ട് ഇതാ ഈ വീഡിയോ കണ്ടാ? ഇതാ കണ്ടത്. ആഹാ. പാവം കുട്ടി. സൗണ്ട് വെച്ച ഈ കുട്ടി ജീവിതത്തിൽ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചിണ്ടാവൂല. കണ്ടായിരുന്നു ഞാൻ. ഈ കുട്ടി ജീവിതത്തിൽ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചിണ്ടാവൂല അറിയാ. അത് ശരിയാ. പിന്നെ ലൈവില് കുട്ടികളെ കാണിക്കരുത് ഒരിക്കലും. നല്ല പണി കിട്ടും. അവരുടെ സൗണ്ട് വന്നാ കുഴപ്പമുണ്ടോ? അല്ല, സൗണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കാണിച്ചാ മതി. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ബ്ലഡ് കാണിക്കരുത്. പിന്നെ കോഴികൾ തല്ലുകൂടുന്നത് കാണിക്കരുത്. ഇത് നമ്മളെ ഈ ട്രോൾ വീഡിയോ കണ്ടോ? ഇത് കണ്ടില്ല, മറ്റേത് കണ്ടു. കുഞ്ഞാപ്പിയുടെ ഇത് കണ്ട്. ഷബീർക്ക് കുറെ സുന്ദരികളുടെ ഫോട്ടോ ഉണ്ടല്ലോ, അതൊരു സുന്ദരി എനിക്ക് തരുമോന്ന്. ആ സുന്ദരിയുടെ ഫോട്ടോന്ന് അതൊക്കെ എന്റെ പെങ്ങന്മാരെ കുരിപ്പേ അല്ലേ? അതൊക്കെ നമ്മളെ ചങ്കുകളാണ്, ചങ്കുകൾ. ഷബീറൊക്കെ പോയോ? ഫുഡ് രാവിലത്തെ കഴിച്ചോ? ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നമ്മള് ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടാ മതി. കണ്ടോ? നമ്മളെ ഷോർട്ട് വീഡിയോ എത്ര ജസ്റ്റ് ഒന്ന് നമ്മള് നോക്കിയാ പറയാ. അതിലേ അല്ല, ഇത് നമ്മൾ ചാനൽ നോക്കിണ്ടേലേ അയ്യോ മോളെ, ഞാൻ കറി. ഹായ്, അസ്സലാമലൈക്കും. ബിസു വലൈക്കും അസ്സലാം. കാണാനില്ലല്ലോ. ലിയോ ഇക്ക ഹായ്. ലിയോ ഇക്കാട്ട് കേറാൻ പറഞ്ഞിട്ട് കേറിയില്ല കുട്ടിമോളെ. കുട്ടിമോളെ ഇവിടെ കേറുന്നല്ലേ? ഹായ് ലിയോന്നുണ്ട്. ലിയോ കേറടാ. ലിയോ കുട്ടിമോളുടെ അവിടെ പോയപ്പോ ലിയോ കാക്ക ലിയോ കാക്ക. അപ്പൊ ഇവിടെ ഞാൻ ലിയോ കാക്കാന്ന് വിളിച്ചപ്പോ കളിയാക്കുവാണോ? ലിയോ മുത്തുമണി. ഹായ് ലിയോ ഹുവൈസ് മുത്തേ. ബ്രോ, അസ്സലാമലൈക്കും. ഹായ് കുട്ടിമോൾ. ഹുവൈസ് ബ്രോ. ലിയോ കേറുടാ. ഹുവൈസ് കുട്ടിമോൾ ഹായ്. ലിയോ കേറുന്നില്ലല്ലോ. ചോദിച്ചു നോക്ക് നിങ്ങള്. നമ്മക്ക് ലിയോ ടുഗദറിൽ ആള് കേറടാ. ലിയോ കേറാനില്ല. ടുഗദറിലേ ആര് ആള് കേറണ? കേറാനില്ല. അതല്ല, ഞാൻ ഈ ഫോണിന്നാ കേറിയെ. മറ്റേ ഫോണാകുമ്പോ കുഴപ്പമില്ല. ഷബീർ ബ്രോ വലൈക്കും അസ്സലാം. എന്തുണ്ട് വിശേഷം? ലിയോ ഇല്ല, ഞാൻ വർക്കിലാണ് ബ്രോ. ലിയോ എന്നെ കണ്ടിട്ട് 3 days ആയല്ലോ. ഫ്ലൈ വിത്ത് മീ വന്നിട്ടുണ്ട്. ഐഷുമാടെ ലൈവിന്ന് കിട്ടിയതാ. ഫ്ലൈ വിത്ത് മീ ഒരു ദിവസം കയറിയായിരുന്നു ടുഗദറിൽ. അത് ഞാൻ മറ്റേ ഫോണിൽ നിന്ന് കയറാം. ഈ ഫോണിൽ ചാർജ് ഇല്ല. കേറ് അതീന്ന്. നല്ല വിശേഷം ബ്രോ. കെബീറൊക്കെ ഇന്ന് ഫ്രീ ആണോ? നിങ്ങക്ക് അവിടെ ഇന്ന് ഫ്രീ അല്ലല്ലോ. ഇവിടെ ഷബീർക്ക് ഒരു 2 മണിക്കൂർ ആ കസേരയിൽ ഇരിക്കും. ഷബീർ ബ്രോ വർക്കിലാണോന്ന് ഹുബൈസൊക്കെ ചോദിക്കുന്നുണ്ട്. ഹുബൈസൊക്കെ എങ്ങനുണ്ട് ഷോപ്പ്? നമ്മളെ ഷെയ്ഖാണ് ഹുബൈസൊക്കെ. ഷെയ്ഖാ. നേരെ കണ്ടില്ല ലിയോ, നേരെ കണ്ടില്ല. ഡയമണ്ട് ഞാൻ വരാം, ഒരു കോളിലാ വാച്ചിങ്. ഓക്കെ. അൽഹംദുലില്ലാ.
ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് വർക്കില്ലേ? എങ്ങനെയുണ്ട്? ില്ല എഴുന്നേറ്റിട്ടില്ലേ? ഇപ്പൊ എത്ര മണിയായി ഇവിടെ? അപ്പൊ എത്ര മണിക്ക് വർക്കിന് പോണം? ലിയോ പോയെന്ന് തോന്നുന്നു, വർക്കിലാന്ന് പറയും. ഉബൈസിക്ക കയറും. ഇവിടെ എല്ലാ ദിവസവും പൂജവെപ്പാണ്. കുട്ടിമോൾ എവിടെ? മൂന്ന് വൈകിട്ടാണല്ലേ? മണിക്ക് ആഹ് ആഹ് ആഹ്. ഉം. വീട്ടില്. ലിയോ പോയോന്ന് തോന്നുന്നു. ലാണോ ഷബീറൊക്കെ ചിരിക്കുന്നു. എല്ലാരും ചിരിക്കുവാണല്ലോ. കുട്ടിമോൾ എവിടെ തേങ്ങുമോന്ന്. അതെന്തുവാ? ഉവൈസിക്ക എന്തുണ്ട് വിശേഷം? ഷോപ്പൊക്കെ തുറന്നോ? ഇവിടെ എല്ലാം പോയി. ലിയോ നിന്നെ ഞാൻ ഇന്നലെ കുറെ ലൈവിൽ ചോദിച്ചു, ഇന്നലെ മിഞ്ഞാന്ന്. ലിയോനെ കണ്ടോ? ലിയോനെ കണ്ടോ? നിന്നെ കാണാഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് അറിയില്ല. ഇല്ല, ഞാൻ പോകുന്ന ലൈവിലൊന്നും എന്നെ കണ്ടില്ല, കമാൻഡ് ബോക്സിലും കണ്ടില്ല. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. അതോ വേറെ എവിടെയും കമാൻഡ് ഒന്നും ഇട്ടില്ലേ 2 ദിവസം? ഇല്ല, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഇന്നലെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഷാമിൽ താത്ത വന്നു. ഹായ് അസ്സലാമലൈക്കും. ലൈക്ക് 10 അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബിസ്മി ഞാൻ വന്നു. ഓക്കെ, താങ്ക് യു. ഷോപ്പിലാണ്. ഓക്കെ ഓക്കെ. ഉവൈസുക്കായെ അറിയോ? അറിയാത്തവര് കാണത്തില്ല. വേഴ്സിനും ലിയോനും പിന്നെ അറിയില്ലെങ്കിൽ പിന്നെ ലിയോ എനിക്ക് പിന്നെ ഇപ്പഴേ അറിയാവുന്ന. ഇപ്പൊ പിന്നെ രണ്ടല്ല എന്തിനാ മൂന്ന്. യൂട്യൂബ്? മിഞ്ഞാന്ന് അറിയണേ ആ ലിയോ, ഉവൈസ്, വിസ്മു, ഇങ്ങനെ കുറെ ആളുകളൊക്കെ ലൈവിൽ എപ്പോഴും ഉള്ള ഓക്കെ ആളുകളാണ്. ബൈ, പിന്നെ ഷബീർക്ക അസ്സലാമലൈക്കും. ഇല്ലടാ, ഇന്നലെ കുറച്ച് വർക്ക് അയൽവാസിയായി ചോറും ഉണ്ടായിരുന്നു. പറഞ്ഞു. നമുക്ക് ലാസ്റ്റ് അല്ലേ ടാർഗറ്റ്. ഓക്കെ ഓക്കെ. നാസറുദ്ദീൻ വ്ലോഗിൽ വന്നിട്ടാ ലിയോയെ അറിയുന്നത്. ഇവരൊക്കെ മെയിനാണ്. ആണോ? അല്ല, ചാനൽ നമ്മളിപ്പോ പുതിയത്. പുതിയതാണോ? പുതിയ ചാനലായിരിക്കും അപ്പൊ അല്ലേ? ആരെ? ലിയോടെ എത്രാമത്തെ ചാനലാണോ എന്തോ? ഞാൻ പോയതിനകത്ത് ആളൊക്കെ കുറവായിരുന്നു. അത് വേറെ ചാനലാണ്. ഒരെണ്ണം ഒറിജിനൽ ഉണ്ട്. അവരൊക്കെ ഐഡിക്കാരായിരുന്നു, സബ് വാങ്ങാൻ നടക്കുന്നവരാണ്. ഓ, ഇപ്പൊ ചാനൽ ആക്കിയതാവും, അതുകൊണ്ട് ചൂട് സബ് ഉണ്ട്. കറിയാണ്. വേറെന്തോ ഉണ്ട്? എത്ര മണിക്കാ? 3 മണിക്കാ അതോ 1 മണിക്കാ? എപ്പോഴാ പോകണ്ട? 3 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും, 2 മണിക്ക് പോണം. അടുത്താണോ ഷോപ്പ്? അല്ല, ഒരു 10 മിനിറ്റ് ബസ്സിന് പോണം, ലൈൻ ബസ്സിന് പോണം. ഇവിടെ ഞാൻ ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും ചായ ചായ കൊടുക്കുന്നു. എടുക്കും. വേണ്ട, എവിടെ? ചൂടാ, ഉച്ചയാ. എന്തേലും ഡ്രിങ്ക്സ് മതി. ലിയോ വൈറ്റി മരുമകനാണ്. മരുമോഹനാണ്. അതെ അതെ, യൂട്യൂബിലെ മരുമോഹനാണ്. സംശയമൊക്കെ പറഞ്ഞു തരുമോ? അപ്പുറത്ത് ആരാ? അപ്പുറത്ത് ഫ്ലൈ വിത്ത്. അപ്പുറത്ത് ഫ്ലൈ ആരായിരുന്നു വിത്ത്. ഇപ്പൊ ഇവിടെ ഉണ്ടായിന്ന്? ആരപ്പ ഇവിടെ ഉണ്ടായിന്ന്? ഇപ്പം ഷബീർക്ക ഷബീർക്ക്. വേറെ ഫോണീന്ന് കേറാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങാം, ഞാൻ ചുമ്മാ കയറിയതാ, വെറുതെ കയറിയതാ. ഇക്ക വന്നില്ല, വരട്ടെ. ഒന്നില്ല. ഹസീന വന്നു. ഹായ് ഹുവൈസ്. ഹസീന മുത്തേന്ന്. അയ്യോ, ഹസീന. ഹസീന ടിവിയും ആണോ? ഹസീന ഉവൈസ് കഴിച്ചോ? ഉവൈസൊക്കെ രാവിലെ വല്ല നൈസിന് ഷോപ്പിംഗ് വല്ലതും എടുത്ത് കഴിച്ചോ? നിങ്ങൾ ടുഗദർ ഇടാറുണ്ടോ? ഞാൻ ലൈവ് ഇടാറുണ്ട്, പക്ഷെ ഈ ചാനലിലല്ല, വേറെ ചാനലുണ്ട്. ഉവൈസൊക്കെ 14 ജില്ലയിലും അറിയുന്നവരാണ്. എനിക്കറിയാം. ദബ്സി ഹായ്. അസ്സലാമലൈക്കും ദബ്സി.
മഴയുണ്ടോ? മഴ മഴയില്ല, നല്ല കൊടും വെയില്. ഞാൻ കുറച്ചു നേരം പുറത്തിരിക്കുവായിരുന്നു. ഇന്ന് അവധിയല്ലേ, ഇവിടെ എല്ലാരും ബഹളമാ. ആ അത് TVM, മെസ്സി അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ലുക്കിന്റെ നാട്ടുകാരിയാണെന്ന്. എന്ത് സംശയം ചോദിക്കാൻ പറ്റിയ ആളാണ് ഷെബീർ ബ്രോ. ആണോ? ഡബ്സി വലൈക്കും അസ്സലാം. സുഖം ഹുവൈസ്, എന്തുണ്ട് വിശേഷം അവിടെ? ഡബ്സി ലൈക്ക് തരൂ, ലൈക്ക് തരൂ, ലൈക്ക് തരൂ. എന്താ? അല്ല, ലിയോ, ഈ അസീന ഉവൈസിനോട് മാത്രം സംസാരിക്കണം. നമുക്ക് പോവാം ലിയോ. ഷെബീർക്ക വന്നു. ഷെബീർക്ക കേറോ? ഇക്ക ഇറങ്ങാന്ന്. കേറുന്നുണ്ടോ? ഞാൻ ഇറങ്ങാണ്. റെഡിയായോ ഷെബീർക്ക് ഫോണ്? വേറെ ഫോണിൽ നിന്ന് വന്ന് കേറാന്ന് പറഞ്ഞു. കേറുവായി ഹാർട്ടൊക്കെ പറത്തിയില്ല. ഈ ഷബീർ വയനാടാണോ? അത്? ഷെബീർക്ക ഇത് പാലക്കാട് പട്ടാമ്പി. ഇപ്പഴാണ് കണ്ണ് കണ്ട ചിലർക്കൊക്കെ. ആയിക്കോട്ടെ. ഫ്ലൈ ഇപ്പോഴാണ് അറിയുന്ന ഫ്ലൈ ആന്ന്. എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു? ആർക്കാ? അല്ല, അവിടെ വോയിസ് പറയുന്നുണ്ട്, കുട്ടിമോൻ വൈറ്റി ചാനൽ ലൈവ് ഒക്കെ വരുന്നതിന് മുമ്പേ വാട്സപ്പ് ഗ്രൂപ്പിൽ പാട്ട്. ഉവൈസക്ക ലൈക്ക് അടിച്ചോ? ഷെബീർക്ക ഹസീന അങ്ങനെ പറയില്ല, നമ്മളോട് സംസാരിക്കും, മറുപടി പറയണ്ടേ. അടിച്ചു കൊടുക്ക. നല്ലതാണ് സീന. ഹസീനാത്താഴത്ത് ടുഗദറി കേറാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തിട്ടാ ഷെബീർ കയറിയത്. ഷബീർക്ക റെഡിയാണോ? അടുത്ത ഫോൺ കൊണ്ട് റെഡിയാണോ? ഞാൻ ഇറങ്ങാം. എന്റെ ഫോൺ എന്തോ ആയി, ഇവിടെ ഒരു ഗ്രീൻ കാണിക്കുന്നത്, വേറൊന്നും ഞെങ്ങുന്നില്ല. അവിടെ തണുപ്പാവാറാണ്. ആ പാട്ടറിയോ? ഇല്ല എന്റെ പാട്ടല്ലേ? അറിയില്ല. ഇല്ല, ഇനിയൊന്ന് പഠിക്കണം ഒരു പാട്ട്. ഇവിടെ എല്ലാരും പാട്ട് പാടാൻ പറഞ്ഞു. ലിയോ പാട്ട് പാടും. ആണോ? ലിയോ നല്ലോണം പാടും. ഉവൈസ് പാടും, ഹസീന പാടും. ഉവൈസൊക്കെ കേറുവോ ടുഗദറിയൊക്കെ? ഇവരൊക്കെ ട്രൂത്തറിൽ കയറുന്നതല്ല. അതൊന്നും എനിക്കറിയത്തില്ല. ഷെബീർക്ക വന്നു. നിങ്ങള് പുതിയ ആളല്ലേ? സുമി ഹലോ. സുമാ നമ്മുടെ കൽബിന്റെ ആണോ? ഹസീൻ നമ്മുടെ കൽബിന്റെ ആണ്. ഈ കായ നേരത്തെ കയറി, വേറെ ഫോണായിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പാടും, മറ്റുള്ളവർ പാടുപാടും. എന്താ ഞങ്ങൾ പിടിച്ചിരുന്നോളാം ഹസീന, ഈ പാടിക്കോ. പറ്റുമോ നിനക്ക്? വെള്ള ഷർട്ട് ഹായ്. ആരാണ് ടുഗദർ? ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്ലൈ വിത്ത് മീ. പിന്നാക്കിയാ എനിക്കൊരു പാട്ട് പഠിക്കാം. ഇല്ല, ഞാൻ എണീച്ചിട്ട് പോവില്ല. പാടാം, പിന്നെ വരണ്ട്. നമ്മള് പാട്ടുകാരനെന്ന് പറയാം, പക്ഷെ വെറുതെ. ഇപ്പൊ രണ്ടുപേര് പാടിയത്. ഞാന് കുറച്ചുകഴിഞ്ഞിട്ട് പാടുന്നുണ്ട്. ചായ കുടിക്കട്ടെ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇറങ്ങുവാണോ? ഷബീർക്ക റെഡിയാണോ? ഷബീർക്ക് റെഡിയായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും കയറുമോ? ഷബീർക്ക് കയറും, വേറെ ഫോണായിട്ട് വരാന്ന് പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ. സുമനോട് ആരാ ടുഗദർ? സുമ ഫ്ലൈ വിത്ത് മീ ആണ്. ഞാൻ ഈ മെസ്സേജ് ഒന്നും കാണുന്നില്ല, എപ്പോഴാ കാണുന്നത്? സസിന നിന്റെ പാട്ട് കേട്ട് അടുത്തുണ്ട്. ഓടി ദുഷ്ടാ. ഓക്കെ, നിങ്ങൾ തല്ലുകൂടി, ഞാനവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ. ഷബീർക്ക് എവിടെ? ഷബീർക്ക് കയറും. ആരാണ് അടുത്തത് കയറുന്നത്? 5 മണിക്ക് ചായയും പലഹാരവും ഒക്കെ റെഡിയാക്കി വെക്ക്. ഹസീന ക്ലാസിക് ഹസീന, സുമി, ഉവൈസ്ക. ഹസീന ടീച്ചർ വന്നു. ആരാണ് കേറുന്നത് ഇപ്പം? സുമി മുത്തേ വന്നില്ല. ഉവൈസ്
പിന്നെ ടീച്ചർ വന്നു. അപ്പൊ വേറെ ആണല്ലോ. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. എനിക്കാണ് ബ്ലൂ ഇവിടെ. പഞ്ചാര ലൈവിൽ ഉണ്ടല്ലോ കുട്ടിമോൾ. അതാരാ? പഞ്ചാര ലൈവിൽ ഉണ്ടല്ലോ കുട്ടിമോൾ. അതാരാ? നിങ്ങളൊക്കെ പുതിയത് ആരെയും അറിയത്തില്ല. നിങ്ങളൊക്കെ പറഞ്ഞു വേണം അറിയാൻ. ലിങ്ക് കൊടുത്തില്ല. ഒരു മിനിറ്റ്. പഞ്ചാര ആരെയാ? ആരാ? സുമി ഞാനോ? ഇന്ന് വെള്ളിയാഴ്ച ആവട്ടെ. വയസ്ക പാട്ട് പാടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഭയങ്കര ഫേമസ് ആണല്ലേ. സുമി കയറും. അല്ല കെബീർക്ക കേറാന്ന് പറഞ്ഞു. ഇപ്പൊ വരാൻ വേറെ ഫോൺ കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞു. ആരാ കേറുന്ന? കേറിക്ക. ആരാണ്? വെള്ളിയാഴ്ച നിന്നെ കിട്ടൂല. അസ്സലാമലൈക്കും. വീണ്ടും അസ്സലാമലൈക്കും. ഞാൻ ലൈക്ക് അടിച്ചുകൊണ്ടിരുന്നു. അതാ പിന്നെ ഞാനിങ്ങനെ ലൈക്ക് കയറിട്ടോ. ലൈക്ക് ഇട്ടുണ്ട്. ലൈക്ക് ലൈക്കേ ലൈക്ക് തെറ്റിച്ചോളെ. മാഷാ അല്ലാഹ്. അതൊന്നുമല്ല, 100 കടക്കും. ആദ്യമായിട്ടാ ഹസി കയറി. അതേ അതില് 101 എന്റെ ഭാഗത്തുണ്ട്. ബാക്കി നിങ്ങളെ അടിക്കുന്നത്. മാഷാ അല്ലാഹ്. എന്ത് സംശയവും ചോദിച്ചാ പറഞ്ഞു. നിങ്ങളെ ഇതിനകത്ത് നമ്പർ കിടപ്പുണ്ടോ? ഉണ്ട്, ചാനലുണ്ട്. ഉണ്ടോ? ഞാൻ ചോദിക്കാം. ആസി കേറും മതി. ഈ കുട്ടിമോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടത്തരം വിളിച്ച് ചോദിക്കും. സുമി കയറു. സിമ്പിൾ ആൻഡ് പ്ലഷർ. ഹലോ ഹലോ. ഹായ്. അസ്സലാമലൈക്കും. എല്ലാരും ലൈക്ക് അടിച്ച് കയറി കേട്ടോ. ഞാൻ വർക്കാ. ഞാൻ കോട്ടയം. സുമി അസീന എവിടെ പോയി? അസീന പോയി. ഇവിടെ ഉണ്ടായിരുന്നു. ലിങ്ക് കൊടുത്തില്ല എന്ന് പറയുന്നത്. ഒരാളേ ഉള്ളൂ. ഒരു ലൈക്ക് മോളേ ഉള്ളോ? ഒരു മോളേ ഉള്ളൂന്ന്. 2 മോളുണ്ട്. എന്റെ ഷോട്ടിൽ പോയി നോക്കി. അപ്പൊ കാണാം എന്റെ 2 മക്കളെയും കാണാം. മുത്തുമണിയായ 2 മക്കളെയും കാണാം. ഇതിന്റെ മൂത്ത മോള്. എപ്പോഴും നമ്മളെ മൂത്ത മക്കൾക്ക് എത്രയിലാണ്? ഇവള് 1-ല്. എന്റെ മൂത്ത മോള് ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മറ്റവർക്ക് 2 വയസ്സ്. ലൈക്ക് ഒന്ന് കേറാത്തുകൊണ്ട് സ്പീഡ് ആവണില്ലല്ലോ. അയ്യോ ലൈക്ക് ഇതൊക്കെ ഇറങ്ങി പോവോ? അത് ഇവിടെ നിക്കുവോ? അത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കും. ഇതോ ഞമ്മ തന്നെ ഒറിജിനൽ നമ്മളെ ഡൂബിലല്ലോ തന്നെ. അതൊന്നും ഒരു ലൈക്ക് പോലെ ഇറങ്ങി പോകൂല. താങ്ക് യു സോ മച്ച്. എനിക്ക് ആദ്യമായിട്ട് ഇത്രയും ലൈക്ക് വരുന്നു. പഠിച്ചവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യും. അതിന്റെ കാര്യം അത്രേ ഉള്ളൂ. ഹായ് വിസ്ക. സ്മൈൽ ഹായ്. ഇവിടെ പോയി കിങ്. പിന്നെ എല്ലാരും ഇവിടെ പോയി. എല്ലാരും ലിങ്ക് ഷെയർ ചെയ്തു. കിങ് എവിടെ? അവൾക്ക് കൊടുത്തായിരുന്ന കിങ്? ഹുവൈസ് ബ്രോ ഹായ്. എനിക്ക് പുതിയതായോണ്ട് ആരെയും അറിയത്തില്ല. ലൈവ് ഇട്ട് തുടങ്ങിയിട്ട് 3 ആഴ്ചയാവുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങോട്ട് കേറിക്കൂടെ? എന്തൊരു മടി. ലൈക്കിനൊന്ന് കേറൊരു മടി. ആദ്യം മടിയായിരുന്നു. ഇപ്പം മടിയില്ല. ഒരു കോളേജിലായിരുന്നു. സ്മൈൽ സുഖമാണ്. കുട്ടിമോള് ആയിണ്ട്. കിങ് എന്തുണ്ട് വിശേഷം ചോദിക്കണ്ട്. ഫുഡൊക്കെ കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നിന്റെ ലൈവിൽ എന്താവോ ലൈക്ക് കേറാനൊരു മടി? എനിക്ക് ആള് കുറവാ. അതുകൊണ്ട് കേറാൻ മടിയായിരിക്കും.
വീട്ടിലാർക്കുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 3 കുട്ടികളുണ്ട്. ഞങ്ങൾ 5 പേരേ ഉള്ളൂ. നീ ലൈക്ക് കൂടിയല്ലോ അസീനാത്ത എന്ന് പറയുന്നത്. ആ ലൈക്ക് ഈ അസീനാക്കൊക്കെ ബ്ലൂ കൊടുക്കും. എന്റെ പെങ്ങളാണ്, അവള് ബ്ലൂ കാണാൻ ഇഷ്ടല്ല. അയ്യോ കൊടുക്കാം. എനിക്ക് ഉം. എല്ലാരും പുതിയതാ. സുവൈസക്കായ അറിയാം, കിങ്ങിനെ അറിയാം, കുട്ടിമോളെ അറിയാം, സിമ്പിൾ ആൻഡ് പ്ലഷർ വരാറുണ്ട്, പിന്നെ അസീനാത്ത വരാറുണ്ട്. ഇത്രയും പേരൊക്കെ വരാറുള്ളൂ. സുമിയും വരാറുണ്ട്. എന്റെ സ്വന്തം പെങ്ങളാണ്. നിങ്ങൾക്ക് അടുത്തടുത്താണോ? അല്ലല്ലോ, പക്ഷെ ഏതാ? അസീനാത്ത ഇവിടെ ഇല്ലേ? അത് എടുത്തെടുത്തൊന്നും ആവണ്ട. എന്തിനാ എടുത്തെടുത്താവണം? ഓ, നീ എവിടെ പോയിരുന്നു അസീന? എന്താ വിശേഷം അസീന? ഞാൻ ഒരു കോളിലായിരുന്നു. ഇനിയിപ്പോ നിങ്ങളുടെ ലൈവിലൊക്കെ വരാല്ലോ. പിന്നെ ചെറിയൊരു വണക്കായി പോയിന്ന്. എനിക്കും വേണം. എന്ത് ലൈക്ക് അത് കുട്ടിമോക്ക് അസൂയ കൂടി. ആ കുട്ടിമോൾക്ക് ഇന്റെ ലൈവിൽ വന്നിട്ട് എത്ര സബ് കിട്ടിക്കണ്. എന്നിട്ട് കുട്ടിമോള് ഇപ്പൊ ഞമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല. 2 മെസ്സേജ് ഇട്ട് മുങ്ങും കുട്ടിമോള്. ഞമ്മള് കാണുന്നത് കുട്ടിമോളെ. ഞാനിപ്പോ അത് ശരിയാക്കി. എത്ര കമന്റ് ഇവിടെ ഉണ്ട് നോക്കും. അതിനനുസരിച്ച് അവിടെ കമന്റ് ഉള്ളു. എന്റെ കുട്ടിമോളെ 141 ഇതൊക്കെ കാണുമോ? കുട്ടിമോളെ നീ എത്ര മെസ്സേജ് ഇട്ടാലും ഞാൻ നോക്കും. ഞമ്മൾ എടുത്ത് നോക്കും. കുട്ടിമോൾ ഇത്ര കമന്റ്, അസീന എത്ര കമന്റ്. അത് പറഞ്ഞപ്പോ നീ പോയി ലൈക്ക് നോക്ക്. ലൈക്ക് റിസെറ്റ് ആയില്ലേ? ലൈക്ക് എത്രയാണ് പഠിച്ചവനെ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. അല്ല 130 ഇട്ടിട്ടുള്ളൂ. ഇത്രയും ലൈവ് ചെയ്തിട്ട് ഇത്രയും വന്നു. മൊത്തം കൂടെ ഇത്രയും വരുമെന്ന്. മാഷാ അല്ലാ. അല്ല അസി പറഞ്ഞ പിന്നെ അപ്പീല് ചെല്ലോ. അസീന ഞാൻ പാവം, നീ ചെലവ് ചെയ്താൽ മതി. ഞാൻ 141 ലൈക്ക് തന്നു. അല്ല അസി പറഞ്ഞതിൽ അപ്പീല് ചെല്ലോ പറയാ. ഞെട്ടല്ല, ഞാൻ 141 ലൈക്ക്. മാഷാ അല്ലാ. അല്ല നമ്മൾ ഇന്നലെ സൈഫുത്ത ബോധം കെട്ട പോലെ ചെയ്തിട്ടാ. സൈഫുത്താക്ക് ഇന്നലെ 161 ആയപ്പോ സൈഫുത്ത തലക്ക് കറക്കാൻ തുടങ്ങി. സത്യം എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഞാനാണെങ്കിൽ പൊതുവെ ആണുങ്ങൾ നടത്തുന്ന ലൈവിൽ കേറത്തില്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ അവിടെ പരിചയമുള്ളവരെ കണ്ടപ്പോ ഞാനങ്ങ് കേറിയതാ. മുന്നേ ഞാൻ എവിടെയോ നിങ്ങളുടെ എവിടെയോ പിൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഞാൻ സബ് ചെയ്യാൻ കേറിയായിരുന്നു. അത് സെയിന്റെ ലൈവിലാവും. അല്ലെങ്കിൽ സെയിന്റെ ലൈവിൽ അങ്ങനെ പിൻ ചെയ്തേക്കുള്ളൂ. പിന്നെ അസിയുടെ ലൈവിലാവും. ഇവിടെ വന്ന് ഞാൻ സബ് ചെയ്ത് അപ്പോഴാ ഈ അസീനാത്താടെ ഈ കോമഡി ഒക്കെ കണ്ടത്. പൊതുവെ അസിനെ ആണുങ്ങളുടെ വരുമ്പോ ലൈവിൽ അങ്ങനെ ചെറിയ ചെലവ്. കേറാറില്ല. എന്നെ കണ്ടത് അന്ന് മുതൽ കേൾക്കുന്നത് ആണ് വക്കീൽ വന്ന്. അസിന നമുക്ക് എന്നും വക്കീലിന് ആവശ്യം വരുന്നു. ഇതുവരെ ചെയ്തതില്ലേ, ഈ അസിന ഇതുവരെ ചെയ്ത ലൈവിലാണെങ്കിൽ വാച്ച് അവർ കേറുന്നില്ല. എന്തോ ഈ മറ്റേ വൈറ്റിയിൽ ഒരു സെറ്റിങ്സ് ഇല്ലേ, ആ പെൻ പോലെ വന്നിട്ട് അതിൽ ഫോർ യു, അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ചാനൽ കയ്യിലുണ്ടല്ലോ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. പിന്നെ നീ എന്താണ് A3R വരാത്തത്? എന്താണ് ടീച്ചർ ലൈവിൽ എന്താ വരാത്തതായിരുന്നു? A3R ലൈവിൽ വരുന്നുണ്ടല്ലോ, ഈ ഇടയായിട്ടാ പറഞ്ഞു കിട്ടിയത് അതൊക്കെ. പിന്നെ കിങ് വാ, ഞമ്മക്ക് പോവാൻ ഒരു ചായ കുടിച്ചിട്ട് വരാന്ന്. സീന ഇപ്പൊ തലയിറങ്ങി വീഴും ചിലപ്പോ കുട്ടിമോള്. അല്ല കുട്ടിമോളെ ഈ ചാനൽ നെയിം ഒന്ന് ഇപ്പൊ മാറ്റിക്കോ. ഇപ്പൊ മാറ്റാൻ എനിക്ക് കുറെ മെച്ചുണ്ട്. നല്ലൊരു ചാനൽ നെയിം ഇട്ടോ. ഞാൻ വേറെ പേരിടണോ? ബിസ്മില്ല അല്ലാഹു അക്ബർ ബിസ്മില്ല ആക്കി ചുരുക്കിയാലോ വിചാരിക്കും. ഞാൻ ബിസ്മി വരുമ്പോ ഞാൻ ഒരാൾക്ക് ഇപ്പൊ ഒരു ബിസ്മിന്ന് പേരിട്ട് കൊടുത്തിട്ട് ബിസ്മിമ്മക്ക് എടുക്കാം.
2 ബിസ്മി വരുമ്പോ ലൈവിൽ ആകെ ഡൗട്ടാണ്. ഓ ആ ഈ പേര് തന്നെ കിടക്കട്ടെ, ബിസ്മില്ല അല്ലാഹു അക്ബർ. പിന്നെ വന്നിട്ട് വേറെ ആളെ കൂട്ടുമ്പോൾ പോകരുത്, ചിലർ പോലെ കണ്ട്. അസിന ഞാൻ വരുന്നുണ്ട്, കഴിഞ്ഞ ദിവസം വന്നിരുന്നു, പിന്നെ നീ പനിയായി പോയില്ല, അതാ ഞാൻ വരാത്തത്. ഞാൻ പറയുന്നുണ്ട് കിങ് ഓക്കേന്നുണ്ട്. അസീന ഞാൻ അങ്ങനെ പോകില്ല ഒരിക്കലും പറയുന്നുണ്ട്. അസീന അങ്ങനെ പോകില്ല ഒരിക്കലും പറയുന്നുണ്ട്. അസീന ടീച്ചർക്ക് ലിങ്ക് ഇട്ട് കൊടുക്കടാ, ടീച്ചറോട് വരാൻ പറയും. അപ്പുറത്ത് ആരാ ഇരിക്കുന്നത്? ഇതുവരെയ്ക്കും അപ്പുറത്ത് ആരാ മനസ്സിലായില്ലേ? ഇരിക്കുന്നത്? കുട്ടിമോൾ അന്തം വിടുവോ, ഇത് ആരാ അവിടെ ഇരിക്കുന്നത്? എന്റെ ഇതിനകത്തൊക്കെ ഇത്രയും ലൈക്കൊന്നും വന്നിട്ടില്ല. അതാ ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുത്, ഇതൊക്കെ സാമ്പിള് പഠിക്കട്ടെ അല്ലേ? ഫ്ലവറത്ത വന്ന ബിസ്മി നദീറാത്ത വന്നു. നദീറാത്ത ഹായ്, നദീറാത്ത ലൈവിലേക്ക് സ്വാഗതം. ഈ നദീറാത്താനോട് ഞാൻ 10 ദിവസം പോയിട്ട് എനിക്ക് പേര് പറഞ്ഞ് പഠിപ്പിച്ചത്. ടീച്ചർക്ക് എങ്ങനെ പറഞ്ഞാലും എന്റെ പേര് മനസ്സിലായി, എന്നും എന്റെ പേര് തെറ്റിച്ചു പോയി. പക്ഷെ 10 ദിവസം ഞാൻ ഇമ്പോസിഷൻ കൊടുത്തു, എന്നിട്ടാണ് പേര് പഠിച്ചത്. 143 പറയുന്നുണ്ട്. ആഹാ കൊള്ളാലോ. ലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. അസീന TM വരുമ്പോൾ എന്താ വാങ്ങി തരിക? അസീനക്ക് കിട്ടും, ഓലക്ക കിട്ടും, ഓലക്ക. ആരാ അവിടെ ശരിയാണ്? യൂട്യൂബുകാർ ടുഗദർ പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ അങ്ങനെ എല്ലാരും കൂടെ? ആര്? നിങ്ങളാ? ഞാനാ? ഈ യൂട്യൂബേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഇടക്കിടക്ക് മീറ്റ് ചെയ്തതാ. ഞങ്ങൾ മിഞ്ഞാന്ന് കൂടി മീറ്റ് ചെയ്തിട്ടുള്ളൂ. മിഞ്ഞാന്ന് കായംകുളം കായംകുളം. അത് കൊല്ലത്തൊക്കെ അപ്പോ വന്നിട്ടുണ്ടോ? കൊല്ലത്തൊക്കെ വന്നിട്ടുണ്ടോ? കൊല്ലമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആളുകളെ തെറ്റിക്കാൻ ഒരു കുട്ടി പേരിട്ടിരിക്കുകയാണ്. അല്ല, ഒരു കുട്ടി ഐസ്ക്രീമിന്റെ ഉണ്ട്. ഐസ്ക്രീമാ? ഏത് ഐസ്ക്രീം ഉണ്ട്? കുട്ടിമോൾ പാവമാണ് ഷെബീർക്ക. അടാ നിന്റെ പേരെന്താ, ഞാൻ മറന്നു. ആരതാ? ഉവൈസ് ബ്രോ എന്ന് വിളിക്കുന്നു. അസീന കിങ് ചാടിപ്പോവും. ഡാ നിന്റെ പേരെന്താ, ഞാൻ മറന്നു. എന്റെ പേര് ബിസ്മി. ടീച്ചർ എന്തുണ്ട് വിശേഷം? ടീച്ചറിന്റെ ലൈവിൽ ഇപ്പം ഇന്നലെ ഒന്നും ആരും ലൈവിലും പോയിട്ടില്ല, ഭയങ്കര തലവേദനയായിരുന്നു. ഹുവൈസൊക്കെ എന്തുണ്ട് വിശേഷം? നാട്ടിൽ വരാറായോ? ഹുവൈസ് ബ്രോ ഞാൻ ചാടി പോകില്ല, അസീനാക്ക് എന്നെ അറിയാം. ഫ്ലവർ ഷബീർ എന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട്. ചിരിക്കൊന്നും വേണ്ട. ഈ ടീച്ചർക്ക് ഞാനേ ഇങ്ങോട്ട് 100ന്റെ നോട്ട് ബുക്ക് മേടിച്ചു കൊടുത്തു. എന്നിട്ട് ടീച്ചർ അതില് നോക്കിയിട്ടാണ് പേര് എഴുതി പഠിച്ചത്. അത് ചോദിച്ചോക്ക് ടീച്ചറോട് ചോദിച്ചോക്ക്. ടീച്ചർ എന്നും ഇന്ന ചെന്നാല് ഹബീർ ഹബീർ വിളിക്കും. അമീർ 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 ആണോ ടീച്ചറെ? അസീന ആരുടെ പേര് ചോദിച്ചത്? കിങ്ങിന്റെ പേരായിരിക്കും ചോദിച്ചത്. ഇപ്പൊ ഈ ലൈവിൽ വരുന്നവരെല്ലാം ഞെട്ടു. എന്റെ ലൈവ്, ഈ കുഞ്ഞു ലൈവിൽ ഇത്രയും ലൈക്ക് കിട്ടിയോ? കെബീർ എന്നാ വിളിച്ചെന്നു. എന്നും തന്നാല് കെബീർ കെബീർ. ഇതിനകത്ത് ഈ സ്ക്രീൻ ബ്ലാക്ക് കാണിച്ചുകൂടാന്നുണ്ടോ? ബ്ലാക്ക് കാണിക്കരുത്. അതില് മറ്റേ വീഡിയോ ഓഫ് ആക്കിട്ടായിരുന്ന, ഞാൻ ഓഫ് ആക്കിട്ട പോലെ വീഡിയോ ഓഫ് ആക്കിട്ടായി. അങ്ങനെ കാണിക്കാം അല്ലേ? അങ്ങനെ കാണിക്കാം, അങ്ങനെ കുഴപ്പമില്ല. ഇങ്ങനെ കാണിക്കാം, അല്ലാതെ ബ്ലാക്കിലോട്ട് വെക്കരുത്. ഏയ് ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ മോണിക്ക് കൊടുക്കുമ്പോ ഒക്കെ ഡിലീറ്റ് ചെയ്യണം. ആണോ? കുട്ടികളൊക്കെ വരുമ്പോ അങ്ങനെ വീഡിയോ ചാക്കിച്ചായി. നമ്മളൊക്കെ വീഡിയോ കാണിക്കാത്ത വെച്ച് ഷോപ്പിലല്ലേ ഇരിക്കുന്നത്. കൂടുതൽ കോലായതുകൊണ്ടാണ് ഇതാക്കാത്തത്. രാവിലെ നമ്മള് വീട്ടിൽ നിന്ന് നീച്ചു പോരുന്നല്ലേ. ഇവിടെ അടുത്ത് തന്നെ പള്ളിയൊക്കെ ഉണ്ടോ നമസ്കരിക്കാൻ പോവാനൊക്കെ? പള്ളിയൊക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ നമസ്കരിക്കാൻ പോവാൻ? പള്ളി നീ കാണുന്ന പള്ളി, ആ കാണുന്ന പള്ളി, ആ കാണുന്ന പുറത്ത് കാണുന്ന അത് പള്ളിയാ. പുറത്തേ
പുറത്ത് കാണുന്നത് പള്ളിയാണെന്ന് പറയാ. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത അങ്ങോട്ട് ചാടി കളിയില്ല. കിങ് ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ആണോ? ഏതാ? രണ്ടാമത്തെ ആളുടെ ആണോ മൂത്ത ആളുടെ ആണോ? വയസ്സിട്ടാ ഷെബീർക്ക, നിങ്ങൾ തന്ന സബ് ഞാൻ മറക്കുകയില്ല. ഒരുപാട് സബ് എനിക്ക് തന്നു. അസീന പോയോ? ഇല്ല, ഉണ്ട്, ഇവിടെ ഉണ്ട്. വൈസ് ബ്രോ ഹാപ്പി ബർത്ത്ഡേ. അസീന അങ്ങനെ പോകുന്നില്ല. അസീന പറഞ്ഞിട്ടാ പോവുക, അല്ലെങ്കിൽ അവളെ മുട്ടുകാരിൽ തല്ലി കൊടുക്കൂലേ. അസീന ഓയിന്ന് വിളിക്കുന്നുണ്ട്. താങ്ക്സ്. വൈസിക്ക, മോളുടെ പേരെന്തുവാ? ഞാൻ വിഷ് ചെയ്യട്ടെ. എല്ലാരും നമ്മള് ഷോർട്ടിൽ പോയിട്ട് നമ്മളെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടോ എല്ലാരും കണ്ടിട്ടൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടാ ഒത്തുമണികളെ. ഞാൻ ഇത് ഇറങ്ങിയിട്ട് ഉടനെ എല്ലാ ഷോട്ടും കാണുന്നുണ്ട്. എല്ലാ ഷോട്ടൊന്നും കാണുന്നില്ല. നിങ്ങള് പറ്റുന്ന പോലെ നിങ്ങള് നമ്മള് വീഡിയോ ഇങ്ങോട്ട് കാണുമ്പോൾ തിരിച്ച് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ. വീഡിയോ കണ്ടാ മതി. ടീച്ചറെ ഷോർട്ട് വീഡിയോ പോയിട്ട് നമ്മളൊരു ട്രോൾ വീഡിയോ ഇട്ടുണ്ടോ, ഒന്ന് പോയി കണ്ട ഷോർട്ട് വീഡിയോയില് നിന്റെ പേര് പോയി വരും. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഷബീർക്കാടെ ഷോർട്ട് വീഡിയോ ഒന്ന് കാണണേന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. നമ്മളാ താത്താടെ വീട്ടിലാണ് മിഞ്ഞാന്ന് പോയിണ്ടാന്ന്. ഏതാ? ഈ നദീറാത്താടെ വീട്ടിലോ? അല്ല, സാബിറാത്താന്റെ വീട്ടില്. സാബിറാത്താന്റെ എനിക്ക് അറിയത്തില്ല അതാരെന്ന്. അത് വലിയൊരു ചാനലാണ്. ആണോ? ഊണിയായ ചാനലാ. എന്നെ ഈ ലെവലിൽ എത്തിച്ച ആ താത്ത. ഞാനിന്നിപ്പോ ഈ ലെവലിൽ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരന് ആ താത്തയാണ്. നിങ്ങളുടെ ഷോട്ടിലുണ്ടോ ആ താത്ത? കമന്റ് ചെയ്തിട്ടുണ്ടോ? ആ വീഡിയോസിലുണ്ട്. ഉണ്ടാ? ഞാൻ നോക്കാം. ഹായ് ഹായ്. രണ്ടാമത്തെ രണ്ടാമത്തെ മോളുടെ പേര് നമ്മള് അവരെ ഇത് ഫോട്ടോ കമ്മ്യൂണിറ്റി ഇട്ടുണ്ട്. ഓക്കെ, ഇനി മറക്കൂല. ലിയോ എവിടെ മുത്തേന്ന് ചോദിക്കുന്നുണ്ട്. അസീന എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും കേറുന്നുണ്ടെങ്കിൽ ഇറങ്ങി തരട്ടോ. നമ്മൾ ആരും ഇല്ലാത്ത കേറിയിരുന്നു മാത്രം കേട്ടോ. ആരെങ്കിലും കേറുന്നുണ്ടോ? ആരും കേറത്തില്ല, അതല്ലേ. അല്ല, ഞാൻ പറയണേ, നമ്മള് ആരില്ലല്ലോ ചേച്ചി ലൈവ് ഒന്ന് ഉഷാറായിക്കോട്ടെ ജസ്റ്റ് കേറിന്നുള്ളു മാത്രമേ പറയാ. ഇവിടെ ഉണ്ട് ലിയോ, ഇവിടെ ഉണ്ട്, വക്കിലാന്ന് പറയുന്നത്. ഓക്കെ. അല്ല, ഞാനേ അങ്ങനെ ഉണ്ടായിട്ട് പറഞ്ഞല്ല. നമ്മൾ ആരെങ്കിലും കേറുണ്ടെങ്കിൽ കേറിക്കോട്ടെ പറഞ്ഞെന്നുള്ളു പറയാ. ഇല്ല, നിങ്ങൾ ഇരുന്നോ, ഇവിടെ കേറാൻ ആരും ഇല്ല. ഷബീർക്ക, എന്റെ കെട്ടിയോന്റെ പേരാണ് അസറുദ്ദീൻ. അത് മാറ്റുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടം വരും. അത് കുഴപ്പമില്ല. ഹസീന, ഇനി മറന്നാൽ അവിടെ ഒന്ന് ഇടിക്കൂ. ഈ കുരിപ്പിന്നെ കെബീർക്കാന്ന് വിളിക്കുള്ളൂ. എന്തെങ്കിലും പറ്റി പേര് മാറ്റിയാന്നേ. ഷബീർക്ക. ഇവൾക്ക് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്താ എന്റെ പേര് ഇതെല്ലാം ഇതാണ്. എന്നിട്ട് ഇവള് ഇങ്ങനെ അങ്ങനെയാണ്. ചാനൽ വേറെ ഫോണിലൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരണേ. ഇത് എന്താ കമ്മ്യൂണിറ്റി നോക്കാം. പറക്കും തളിക എവിടെ പോയി ഡയമണ്ട് അറിയത്തില്ല. ഈ യൂട്യൂബിൽ നിന്ന് തന്നെ നമ്മുടെ ലൈവ് സ്ട്രീം എന്തെങ്കിലും സ്റ്റക്ക് ഒക്കെ വന്നാൽ അവര് തന്നെ കറക്റ്റ് ചെയ്ത് തരത്തില്ലേ? നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. യൂട്യൂബിന്റെ എന്ത് പ്രശ്നം വന്നാലും പറഞ്ഞോളൂ, നമ്മൾ ശരിയാക്കി. ചാനലിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് എടുക്കാം. ഇത്
ഇതിൽ ഓക്കെ എല്ലാം വാട്സാപ്പിലുള്ള ഓക്കെ. നമ്പർ അല്ലേ അത്? അതെ എല്ലാം ഉണ്ട്. അതോ ഒന്ന് ടെലിഗ്രാം ഒക്കെ കാണിച്ച ഉണ്ടോ? ഫോട്ടോ മാറിപ്പോയി. ആ ഹായ് ഒന്ന് രഞ്ജു. കാണിച്ച ഫോട്ടോ മാറിപ്പോയിന്നുണ്ട്. എന്ത് കാണിക്കാനാ? ഒന്ന് കാണിച്ചേ ഫോട്ടോ മാറി. ആ ഇത്താടെ ഫോട്ടോ വലിയ ചാനലാന്ന് പറഞ്ഞില്ലേ? ചാനലിൽ ഇതാ വലിയ ചാനലാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ചാനലല്ല, എന്നാലും കുഴപ്പമില്ലാത്തല്ല. അവരുടെ ചാനൽ ഇതാണ് ഉണ്ടാ. ആ കുഴപ്പമില്ലാത്ത ഉണ്ടാ, നല്ല ഉണ്ടാ, എല്ലാ പാചകത്തിന്റെ ഒക്കെ വീഡിയോസ് ഉണ്ടാ. ഓക്കെ. രഞ്ജു ഒന്ന് ഞെട്ടി നിക്കുവായിരിക്കും. എന്റെ കൂടെ ടുഗദറിൽ കയറാൻ ഞാൻ പറഞ്ഞ ആളില്ല. രഞ്ജു എങ്ങനെ നമ്മള് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. രഞ്ജു വന്ന് കണ്ണു തള്ളിയിരിക്കുവായിരിക്കും. 145 ലൈക്കൊക്കെ കണ്ടു. ഇന്ന് ഇവിടെ വരുന്നവരൊക്കെ ഞെട്ടും. ഈ ലൈക്ക് കണ്ട് ഞെട്ടും. അതൊക്കെ ഇതൊക്കെ ചെറുതല്ലേ. ഈ വീഡിയോ ഒക്കെ നോക്കണ്ട, 1.6 വ്യൂസ് കയറിയ വീഡിയോസ് ആണ്. ഒരു 1.6 അതിന്റെയൊക്കെ സെറ്റിങ്സ് എന്തോ കൊടുക്കുന്നേ? അതിന്റെയൊക്കെ നിങ്ങൾ എന്തുവാ ടാഗ് ഒക്കെ കൊടുക്കുന്നേ? അത് ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ സീക്രട്ട്. ചില വിളിച്ചാ പറഞ്ഞു. രഹസ്യങ്ങൾ അതെല്ലാം അതിന് ഓരോ വീഡിയോസിനും കേറുന്നതിന് ഓരോ ട്രിക്കുകളുണ്ട്. ആണോ? രഞ്ജു ഹായ്. ഓക്കെ ഞാൻ പോയി. വയസ്സക്ക പോവല്ലേ, പോലെ വയസ്ക. നിങ്ങൾ മോളെ പേര് പറഞ്ഞില്ല, ഞാൻ വിഷ് ചെയ്തില്ല. വയസ്സക്കാടെ രണ്ടാമത്തെ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. പറ, പേര് പറ. പേര് പറഞ്ഞ് വിഷ് ചെയ്യാലോ. പിന്നെ നമ്മള് ലൈവ് ഇടുമ്പോ ജസ്റ്റ് നമ്മള് അതിന് ഒരു ടെമ്പലൈന് കൊടുക്കണം. ടെമ്പലൈന് കൊടുക്കുക എങ്ങനെയാന്ന് അറിയാമെങ്കിൽ അത് നമ്മള് ലൈവ് സ്ട്രീം ഇതാ. അപ്പൊ നീ ഇവിടെ ബ്ലാക്ക്, നിന്റെ ലൈവില് എടുത്തു നോക്കുമ്പോ ഇവിടെ ബ്ലാക്ക് കാണാണ്ടോ? ഇത് ലൈവ് ഇടുമ്പോ ഇത് ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോസ്റ്റ്, ലൈവ്, ഷോർട്ട്, ലൈവ് സ്ട്രീം എടുക്കുക. ലൈവ് സ്ട്രീമില് ഇതിപ്പോ നിന്റെ ലൈവ് ഇതില് കേറിയ കാരണം ഒരു മിനിറ്റാ. എന്റെ ലൈവ് സ്ക്രീൻ ഇതിൽ കയറിയ കാരണം ഷോർട്ട് ലൈവ്. വയസ്സക്ക പോവല്ലേ. മോളെ പേര് പറഞ്ഞില്ല. ഉവൈസക്ക മോളെ പേര് പറ, വിഷ് ചെയ്യട്ടെ. ഇതില് ഇതില് കാണണം നോക്കട്ടോ. ഇതില് നമ്മള് പ്ലസ് ബട്ടൺ ലൈവ് ഇട്ടിട്ട് ഇതില് ഇവിടെ ചിഹ്നം കാണാതെ, ഇതിനൊരു ചിഹ്നം എടുക്കുക. എന്നിട്ട് ഇവിടെ പെൻസിൽ ചിഹ്നം കാണാതെ, ഈ പെൻസിൽ ചിഹ്നത്തിന് പോവുക. എന്നിട്ട് ഇതില് രണ്ടാമത്തെ കൊടുക്കുക. കണ്ട അപ്ലോഡ് തംബ്നെയിൽ. തംബ്നെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈവ് ഇടുമ്പോഴാട്ടോ നെറ്റ് വളരെ സ്ലോ അവിടെ. അതാണ് ഇങ്ങനെ നമുക്ക് നെറ്റിന്ന് വേറെ ഏത് പിക്ചർ വേണേലും ഇടാം, അതോ നമ്മൾ മേക്ക് ചെയ്തിടണോ? ഏത് പിക്ചർ വേണേലും ഇടാം. അതിലിപ്പോ നമ്മള് നമ്മളിപ്പോ നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കാരണം ഇപ്പൊ നമ്മള് ഈ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഏത് വേണേലും ഇപ്പൊ ഈ ഫോട്ടോ ഇതാക്കി അല്ലെങ്കിൽ ഇതാക്കിട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. അപ്പൊ അവിടെ സേവായി. പിന്നെ ഇവിടെ ഈ ലൈവ് എന്നുള്ളത് കൊടുത്ത് ഈ ജസ്റ്റ്
ജസ്റ്റ് നമ്മള് ഇത് കൊടുത്തിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മൾ കൊടുക്കാം. നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് 2 ഇമോജി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കണ്ട അത് കറക്റ്റായി. വേറെ ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്തിട്ട് ഇത് നോക്കുക, ഇങ്ങോട്ട് വാക്ക് കൊടുക്കുക. പിന്നെ ഇത് ടുഗദർ ആകുമ്പോ ടുഗദർ ഓപ്ഷൻ ഓൺ ആക്കുക. പിന്നെ അത് നിങ്ങൾക്ക് മോണി ആവാത്ത കാരണം ഇത് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. മോണി ആയില്ലെങ്കിൽ ഈ സാധനം കൂടി ഓൺ ആക്കണം. കണ്ടാ മോണി ആയില്ലെങ്കിൽ ഇത് കൊണ്ട് ഓൺ ആക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പൊ അല്ലാതെ നമ്മള് ഡിസ്ക്രിപ്ഷൻ ഒന്നും ചെയ്യണ്ടേ? അതൊന്നും ചെയ്യണ്ട. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നെക്സ്റ്റ് കൊടുക്കുക. ഇതില് രണ്ടാമത്തെ കൊടുക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്ന കുട്ടികളുടെ ചാനലാണ്. മേലത്തെ കൊടുക്കിയത് രണ്ടാമത്തെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. കണ്ടാ ലിങ്ക് കോപ്പി ലിങ്ക് കൊടുക്കുക. കണ്ടാ കോപ്പി ലിങ്ക് കൊടുക്കുക. എന്നിട്ട് നേരെ പോസ്റ്റ് ടുഗദർ പോലെ കറക്റ്റ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യണ്ട. മനസ്സിലാണ്ട? ഇത്രേ ഉള്ളൂ. അതിന് വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇന്നലെ മുന്നത്തെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോ ധൃതി ആയതുകൊണ്ട് അങ്ങ് അടുക്കളയിൽ ഓടി വന്നു. ഇനി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോ പ്രൈവറ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ന്യൂസ് കാരണം ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഈ വീഡിയോ പ്രൈവറ്റ് ആണ്. കണ്ട ഇപ്പൊ ഇതില് നമ്മള് ഐലിക്സ് വരുന്നൊക്കെ ഇതണ്ട ഈ സാധനമൊക്കെ പ്രൈവറ്റ് വീഡിയോ ആണ്. ഈ കിടക്കുന്നത് പ്രൈവറ്റ് വീഡിയോ ആണ്. കണ്ട ഈ പ്രൈവറ്റ് പബ്ലിക് ആക്കാൻ അറിയില്ലേ? അതറിയാം. ഇതിപ്പോ പ്രൈവറ്റ് ആക്കിയിട്ട് നമ്മള് സമയം കറക്റ്റ് ആക്കിയിട്ട് ലൈവ് ഇത് വീഡിയോസ് ഇട്ടേക്കാം. ആ സമയം വരുമ്പോ അത് പബ്ലിക് ആക്കി കൊടുക്കും. അല്ല അൺലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ച് വിടുവല്ലേ? അങ്ങനെ ചെയ്യാ. ഇതിങ്ങനെ പ്രൈവറ്റ് ആക്കിയിട്ടായി. പ്രൈവറ്റ് ആക്കി ഇടുമ്പോ കുറെ ഗുണങ്ങളുണ്ട്. മറ്റേത് പറയുമ്പോ അത്ര വ്യൂസ് കേറാം. ഇങ്ങനെ ആക്കിയിട്ട് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് 1 മണിയാവുമ്പം പബ്ലിക് ആക്കുക. അത്രേ ഉള്ളൂ. അത്ര ഒക്കെ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മള് പ്രൈവറ്റ് ആക്കിട്ട് നമ്മളെ വീഡിയോസിന് നമ്മളെ ആൾക്കാർ എടുത്തു നോക്കുമ്പോ നമ്മളെ വീഡിയോസ് എടുത്തു നോക്കുമ്പോ അത് പക്കയായി കിടക്കണം. അല്ല പിന്നെ നമ്മളെ ഓരോ വീഡിയോസിലും നമ്മളെ സാന്നിധ്യം കാണിക്കുകയാണെന്ന് യൂട്യൂബർന് ഭയങ്കര ഇഷ്ടമാണ്. അല്ല നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്താല് ആണോ പറഞ്ഞിരുന്നത്? അതോ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുമോ വിളിച്ച? ഇതിന് പൈസ ഒന്നും വേണ്ട. അത് ഫ്രീ ആണ്. ഇതിനെന്തിനാണിത്? അതല്ല ഇപ്പൊ ഓരോരുത്തരുടെ ചാനൽ മോണിയായിട്ട് ജോയിൻ മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങളെ ചാനൽ മോണി ആയില്ലെങ്കിൽ നിങ്ങൾക്കും മെമ്പർഷിപ്പ് നമ്മള് തിരിച്ചെടുക്കും. ഒരു ചാനലിന് ഇപ്പൊ നീ ലൈവ് ഇട്ടിട്ട് നീ 4000 വാച്ച് അവർ ആയിട്ട് മോണി ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ചാനലുകൾക്കും പൈസ കിട്ടാൻ വേണ്ടിട്ടല്ല എല്ലാരും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് എടുത്താലല്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എല്ലാവരും മുന്നോട്ട് പോകുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4000 വാച്ച് അവർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ A3 ആണ് ടീച്ചർ. അത് നാലാമത്തെ മോണി നമ്മളെ ശരിയാക്കി കൊടുത്ത്. ആ മോണിയായി മെമ്പർഷിപ്പ് ആഡ് ആക്കി $1 കയറാൻ തുടങ്ങി. കുട്ടിമോൾ 4000 കിട്ടിയില്ല, 2000 കിട്ടും. നിങ്ങളെ കടയിൽ വാച്ച് എവർ കിട്ടുമോ? കുട്ടിമോൾക്ക് കിട്ടിമോൾക്ക് വാച്ച് അവർ 2000 ആയി പറഞ്ഞു. അറിയില്ല ഷെബീർക്ക, ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിക്കട്ടെ ഷെബീർക്ക? എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഇപ്പൊ വിളിക്കണ്ട കുട്ടിമോളെ. ഇപ്പൊ ഞാൻ ലൈവില് കുത്തിരിക്കില്ല. ഇവിടുന്ന് ഇറങ്ങിട്ട് വിളിച്ചാൽ മതി. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലേ? ഈ കുട്ടിമോൾക്ക് എപ്പോ നോക്കിയാലും സംശയ.
കുട്ടിമോളുണ്ട്. ഈ കുട്ടിമോളൊരു സ്നേഹിതണ്ട്. എന്താണ് നസീമ നസീം. നസീമ നസീം. അവര് രണ്ടും പൊട്ട. ഒരു സെറ്റാണ്. രണ്ടിനും അപ്പുറത്തും ഇപ്പുറത്തും കെട്ടിയതാ. കുട്ടിമോൾക്ക് എന്നും സംശയമാണോ കിങ് പറയുന്നുണ്ട്. കിങ് ഞാന് തോറ്റുപോയി ഇവര് ഈ കുട്ടിമോളും ഈ നസീമ നസീം. ഇവര് ചെയ്തൊരു പൊട്ടത്തരം കേൾക്കണം. എനിക്ക് ഏറ്റവും വലിയ പൊട്ടത്തരം ഈ കുട്ടിമോളല്ല മെസ്സി ചെയ്ത്. നമ്മള് വലിയൊരു ചാനലില് കുട്ടികളുടെ വീഡിയോസ് ഇടുമ്പോ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുട്ടികളുടെ ടാഗ് ആഡ് ചെയ്തിട്ട് വേണം നമ്മള് ടെംപ്ലേന് ടൈപ്പ് ചെയ്തിടാൻ. ഇവര് ചെയ്തിരിക്കുന്ന നബിദിനത്തിന് ചെറിയ കുട്ടികളുടെ വീഡിയോസ് നല്ല കോപ്പിറൈറ്റ് ഉള്ള പാട്ടും വെച്ചിട്ട് വീഡിയോ ഇതായിട്ട് അതിന് വന്നിട്ട് കംപ്ലീറ്റ് കോപ്പിറൈറ്റ് വന്ന് കിടക്കുക ആ വീഡിയോസ്. എന്നിട്ട് ഇക്കൊന്നിനും കയറാൻ പറ്റണമെങ്കിലോ ഇക്കൊന്നിനും കയറാൻ പറ്റണമെങ്കിലോ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടൊക്കെ പ്രൈവറ്റ് ആക്കി ഒക്കെ ക്ലിയർ ആക്കി. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്തൊക്കെ പറഞ്ഞു ഇതൊക്കെ കോപ്പിറൈറ്റ് ആണല്ലോ. എന്നിട്ടൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ. ഞാൻ ഇതിന്റെ ഒരു ദിവസം ഫുള്ളായി ടൈം മെനക്കെടേണ്ടി വന്നു. ഇതിന്റെ ഒരു ദിവസം പോയി മാത്രല്ല അന്നിക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല. എന്റെ ഫുള്ള് നെറ്റ് നമ്മളിപ്പോ ഇതൊന്നും വൈഫൈ അല്ല, അതൊക്കെ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ നിങ്ങളെ ലൈവില് കയറി കുത്തിരിക്കണം. മനസ്സിലുണ്ടോ? എന്നിട്ട് ഇവരൊക്കെ പോയിട്ട് അന്ന് ലൈവ് പോലും ഇടാൻ പറ്റിയില്ല. നമ്മളിത് സാധാരണ ഇത് ചെയ്യാതെ നമ്മള് ലൈവില് മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാറുള്ളത്. പക്ഷെ എന്നിട്ട് പോലും നമ്മള് ഇവർക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ അത് നമ്മളൊരു സഹോദരി ഒരു സ്നേഹം ഉണ്ടാവൂലേ. എന്നിട്ട് വല്ല കൂലിയും കിട്ടിയോ ഷബീർക്കാന്ന് ലിയോ ചോദിക്കുന്നു. കൂലി കിട്ടി, പടച്ചോന്റെ കൂലി കിട്ടി. ഞാൻ ഇവിടെ ലൈവിൽ വരാറുള്ള ലൈവ് ടൈം ആണല്ലേ, ലൈവ് ടൈം ആണല്ലേ. ഓക്കെ, പഴയ പേര് വിരാട് കോഹ്ലി എന്ന് ഓർമ്മയുണ്ടോ? വിരാട് കോഹ്ലി ഉണ്ട്. ലിയോ ഉണ്ട്, ആൾക്കാരുണ്ട്. ലിയോ ഇരുന്നിട്ട് കിട്ടി. പക്ഷെ ലിയോ ലിയോ വിടുമ്പം നിന്റെ മറ്റേ ഐഡിയ കേറി പാടാ. ഈ നിന്റെ ആ ഐഡിയയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നീ കംപ്ലീറ്റ് മാറ്റുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ നാളെ കംപ്ലീറ്റ് മാറ്റപ്പ അങ്ങനെ നോക്കാട്ടാ. ആ കോഹ്ലി തന്നെയാണ് ഞാൻ. എന്നാ ഇപ്പൊ പറയണ്ട ഞാൻ ആ കോഹ്ലിയാണ്. രാവിലെ 9 മണിക്ക് ആദ്യത്തെ ലൈവ് ഉണ്ടായിരുന്നതാണ്. രണ്ടാമത്തെ വരുന്നത് ഇരുട്ടായതിന് ശേഷം, അഥവാ രാത്രി 9 മണിക്ക്. പിന്നെ ആർക്കെങ്കിലും ബാക്കിയുടെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ട്രോൾ വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നത് നമ്മൾ കമ്മിറ്റി പോസ്റ്റ് ചെയ്യും, ട്രോൾ വീഡിയോ ഇടും, പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. നമ്മൾ എല്ലാരും ബർത്ത്ഡേ നമ്മൾ ആഘോഷമാക്കാറുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഇതല്ലേ, മറക്കാനാവാത്ത സമ്മാനം അല്ലേ. അല്ല ഞമ്മ നീലക്കണ്ണനെ അറിയോ? നീലക്കണ്ണൻ ഇല്ല ഇല്ല. നീലക്കണ്ണന് നിങ്ങളുടെ ലൈവ് എപ്പോഴൊക്കെയാ? ഷബീർക്കാണ് ലൈവ് എത്ര മണിക്കാ? രാവിലെ 8 മണി അല്ലെങ്കിൽ 8:30 മുതൽ ഞങ്ങൾ തുടങ്ങും. ഒരു 1.5 മണിക്കൂർ ഉണ്ടാവും. രാത്രി 9 മണിക്കൂർ ഒരു 10:30-11 മണിയൊക്കെ ഉണ്ടാവും. ഷോപ്പില് തിരക്കില്ല. ഷോപ്പില് തിരക്കില്ലാത്ത സമയം നോക്കിയിട്ടുണ്ടാ ലൈവ്. രാവിലെ 8 മണി 8:30. പിന്നെ ഏതാ? ഇപ്പൊ എകെയുടെ ലൈവിൽ വരാറില്ലല്ലോ ബ്രോ എന്ന് പറഞ്ഞിട്ട്. ഒന്നുമല്ലടാ, നമ്മള് നല്ല സൗഹൃദം എപ്പോഴും വെക്കാം. നമ്മള് കാരണം ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ വേണ്ടല്ലോ വെച്ചിട്ടാ. നീലക്കണ്ണനെ എനിക്കറിയാവുന്നുണ്ട്. നീലക്കണ്ണനൊക്കെ നമ്മളെ സ്നേഹിതന്. നീലക്കണ്ണന്റെ ഞാനൊരു ഷോർട്ട് ഇതിട്ടുണ്ടായിരുന്നു. നീലക്കണ്ണൻ എവിടെ? നീലക്കണ്ണൻ നീലക്കണ്ണന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അല്ല, ഇതാണ് നീലക്കണ്ണൻ. അല്ല, നിങ്ങളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. എനിക്കറിയാം ബ്രോ എന്താ എന്ന്. അത് എന്തിനാണ് ഞാനാണ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.
ചില നിങ്ങളുടെ സാഹചര്യങ്ങളല്ലേ മനുഷ്യന്മാരെ. ലൈവ് ടൈം 8:30 പിന്നെ രാത്രി 9:30 അല്ലേ? ആ ആ രാത്രി 9 മണി ഉണ്ടാവും. ഓക്കെ. ഇതൊക്കെ ഷബീർക്ക് കാണുന്നില്ലേ, ഞാൻ വലിയ ഞാൻ കണ്ണട വലിയ വാങ്ങിത്തരാം. കണ്ണട വാങ്ങിത്തരാം. എന്തിനത്? കുട്ടിമോൾക്ക് കണ്ണട ഇനി എന്തിനടാ? കുട്ടിമോളെ നിന്നെ ഒരു ട്രോളാക്കിയല്ലോ ഞാന്. അതിനൊരു ഫോട്ടോ കിട്ടണമെങ്കിൽ ഞാൻ ട്രോളാക്കിയാണ്. എഴുതി വെച്ചിട്ട് ബുക്ക് കാണാതെ പോകാൻ അല്ലേ? അതൊക്കെ പലരുടെയും ഞാൻ എഴുതി വെക്കും, പക്ഷെ പല ബുക്കിലാന്നേ ഉള്ളു. നസീടെ ഇവരുടെയൊക്കെ പറഞ്ഞതാ. രാവിലെ 7 മണിക്ക് ഇത് നസീമ നസീടെ 11 മണിക്ക്, 4 മണിക്ക്, 8 മണിക്ക്. പിന്നെ കുട്ടിമോളത് രാവിലെ കമന്റ് 10 വായിക്കൂ, മണി. കമന്റ് വായിക്കൂ, കമന്റ് വായിക്കൂ. കമന്റ് വായിക്കുന്നുണ്ടല്ലോ. എഴുതി വെച്ചിട്ട് കാര്യമില്ല, കാണാതെ പോകുമല്ലേടാ. കമന്റ് വായിക്കൂ, കമന്റ് ഇന്ന് ഏത് കമന്റാ? നീലക്കണ്ണൻ അറിയാം, അതൊക്കെ വായിച്ച്. AK ലൈവിൽ വരാത്ത എന്താ കാര്യമെന്ന് എനിക്ക് അറിയാന്ന് പറയുന്നു. നമ്മള് വേറൊരു ചങ്കിന്റെ ഹാപ്പി ബർത്ത്ഡേ. സെലി വ്ലോഗ്. ഹായ് സെലി. ആ, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മെമ്പർഷിപ്പ് എത്ര? 59. ഓക്കെ. എല്ലാവരുടെയും അങ്ങനെ തന്നെയാണോ? അങ്ങനല്ല, ചിലവര് 89 ആവും, ചിലവര് 119 ആവും, ചിലവര് 29 ആവും. അത് 3 മാസത്തിന് 4 മാസത്തിന് എടുക്കണമെങ്കിൽ ലാഭമാണ്. അത് 119 രൂപ വരുള്ളൂ. 3 മാസം 4 മാസമൊക്കെ വരും. ഓക്കെ, ഞാൻ നോക്കാം, ട്രൈ ചെയ്യാം. നിങ്ങളെ ഓക്കെ. ബോധിപ്പിക്കണമല്ലോ. അല്ല, ബുദ്ധിമുട്ടിട്ട് എടുക്കരുത്. ബുദ്ധിമുട്ടിട്ട് എടുക്കരുത് പറയാ. ആരെയും നിർബന്ധിക്കൂല ഞാന്. സെലി, ഹായ് സെലി, ലൈവിലേക്ക് സ്വാഗതം. എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിക്ക്. എന്താണ് നിങ്ങൾ ലൈക്ക് അടിക്കാത്തത്? ചിലർ കൂടുതൽ ഇടുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഏത്? അല്ല, കിങ് പറയുന്ന ചിലർ കൂടുതലാ ഇടുന്നേന്ന്. എന്താ ഇടുന്നേ? അല്ല, ഈ മെമ്പർഷിപ്പിന്റെ പൈസയുടെ കാര്യം. അതാ ഞമ്മ ടീച്ചർ വന്ന് ഞമ്മളില്ലേ ഈ ടീച്ചർ ലൈവിലാ ഞാൻ വരാൻ പറഞ്ഞത്. A3 വേൾഡ് ഇതില് ഞാൻ പോയായിരുന്നു, പോകുന്നുണ്ട്. ചേച്ചി ഇന്നലെ കേറിയില്ല. ഹായ് ടീച്ചർ ഞാൻ പറഞ്ഞില്ല. A3 വേൾഡ്. ഹായ്. അല്ല ഇപ്പൊ ഈ മെമ്പർഷിപ്പ് വേണം ബ്രോ. ഓക്കെ, മെമ്പർഷിപ്പ് കുറെ ഇതുണ്ട്. അത് ഇന്ത്യ നമ്മ ടീച്ചറിനൊക്കെ, ഞാൻ ടീച്ചറിനൊക്കെ 59 ആക്കി കൊടുത്തിട്ടാ. എല്ലാവർക്കും നമ്മൾ ഒക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ പിന്നെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. 200, 250, 299 ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ എടുക്കുന്നവരൊക്കെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണതിന് തുല്യ. 59 രൂപ എന്നൊക്കെ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന സംഖ്യയില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും പറ്റും. ഞാൻ ഇപ്പോഴാണ് കൂട്ടാക്കിയത്. എന്റെ മുട്ടുകാൽ തല്ലി കൊടുക്കണോ ടീച്ചറിന്റെ? ഞാൻ എന്നെ എത്രയാ ഈ വീഡിയോ കണ്ടോ? ട്രോൾ വീഡിയോ കണ്ടോ? അയ്യോ, എനിക്ക് കമന്റ് ഇട്ടില്ലല്ലോ. കമന്റ് ഒക്കെ ഉണ്ട്. ഇപ്പൊ കമന്റ് എന്താ സ്പാം ആയി പോകുന്നു? നമ്മൾ ഒരു ചാനലിൽ പോയി വീഡിയോ ഷോർട്ട് കണ്ടിട്ട് കമന്റ് ഇട്ടാ സ്പാം ആയി പോകുന്ന എന്താ? അത് കൂടുതൽ സ്റ്റിക്കർ ആഡ് ചെയ്യുമ്പോ അങ്ങനെ പോയതാണ്. അല്ലാതെ എഴുതണം അല്ലേ? ചില സമയത്തൊക്കെ വരും. ഇപ്പോൾ 149 ആയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാം എത്ര ലൈക്ക് അടിക്കും? എന്താ നിങ്ങൾ ആരും ലൈക്ക് അടിക്കാത്ത? ബോധം പോവുന്ന 150 ഉണ്ടാവട്ടെ, ഒന്ന് കളറാവട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് തന്നെ മാറിയിട്ട് ലൈക്ക് അടിക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്, ബുദ്ധിമുട്ടാണ്. ചേച്ചിക്ക് ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തതാണ്. ഷെബീന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ടീച്ചർ. A3 വേൾഡ്. അല്ല, അതിന്റെ ഇടക്ക് അസീന എവിടെ മുങ്ങിണ്ട്. അസീം മുങ്ങി, ചേച്ചിയെ വിളിക്കാൻ പോയതായിരിക്കും. നമ്മൾ ലൈവിലൂടെ നമ്പർ ടുഗദറിന് ആരെങ്കിലും വേണ്ടി നമ്പർ ഷെയർ ചെയ്താ കുഴപ്പമാകത്തില്ലേ? ഷോർട്ട് വഴി ലൈവില് നമ്പർ കൊടുക്കരുത്.
ഇവിടെ ടുഗദറിൽ കയറാൻ ആരുമില്ല. ആരെയും നമ്പർ ചോദിക്കുമ്പോ അവർക്കൊക്കെ പേടിയാണ്. എന്തിനാ ഇത് പേടിക്കണേ? എനിക്കറിഞ്ഞൂടാ. ഞാൻ കുട്ടിമോളടുത്ത് പലരുടെയും നമ്പറുണ്ട്, ഒന്ന് ചോദിച്ചിട്ട് തരുന്നില്ല. ഞാനൊക്കെ പറയുമ്പോ ഹിസ്റ്ററി അങ്ങ് വിട്ടുതരാം, എല്ലാരും നമ്പർ വിളിച്ചു. ആ എനിക്ക് ആളില്ല, ഞാൻ കിടന്ന് തപ്പുവാ. ആ A3 ഒക്കെ കയറും. A3 ടുഗദറിൽ A3യാ ഇനി ഒരു 5 മിനിറ്റ് ടുഗദറിൽ കയറിക്കാം. ഞാൻ താഴത്ത് നിക്കാം. A3 കയറുമോ ഒരു 5 മിനിറ്റ്? കേൾക്കുക മനുഷ്യൻ. ഇജ്ജ് വല്ലതും കേൾക്കുകയൊക്കെ ചെയ്യോ? പടച്ചോനെ, ഞാൻ വിചാരിച്ച് കഴിക്കുവാ മനുഷ്യാണ്. ഇജ്ജ് കേൾക്കുക. കഴിക്കുകയാണെന്ന്. ആ കഴിക്കുന്ന സമയം. നിങ്ങള് കഴിക്കാൻ സമയ? ഞാനാ? ആ ഞാന് 2:30 2 മണി കഴിയും. വീട്ടിൽ പോയാണോ കഴിക്കുന്നത്? ആ വീട് ഇപ്പൊ എടുത്താണ്, 2 വീട് അപ്പുറം. ആശി കയറുന്നു. 150 ലൈക്ക് എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു കോഹ്ലി. താങ്ക് യു സോ മച്ച്. കിങ്ങിനറിയാ, കിങ് വരും കേട്ടോ. കിങ്ങിന് അസറുദ്ദീന്റെ ലൈവിൽ നിന്ന് കിട്ടിയതാ. കൂട്ടാണ് കിങ്. അല്ല കിങ് നമ്മളിങ്ങനെ മാത്രമേ അല്ല, നമ്മളിങ്ങനെ നമ്പർ ഉണ്ട് എഴുതി ചെയ്യണം. ഒറ്റയടിക്ക് നമ്പർ എല്ലാ ആൾക്കാരും നമ്പർ ആയിട്ടുണ്ട്. നമ്പരില്ല. ഇത് കുട്ടിമോളടുത്ത് എന്റെ നമ്പരുണ്ട്, കുട്ടിമോളടുത്ത് എല്ലാരും നമ്പരും ഉണ്ട്. പക്ഷെ അവർക്ക് എന്തോ ഞാൻ കൊല്ലോന്ന് പറയുമ്പോ അവർക്ക് എന്തോ പോലെ. ആ ചേച്ചിന് ഈ ചേച്ചി അല്ല, ആ ചേച്ചി ഈ ചേച്ചി ആ ചേച്ചിയാണ്. ഈ ചേച്ചിയാണോ ആ ചേച്ചി? ആ തന്നെ. കിങ് ഇത്രയും അസീന. അപ്പൊ ഈ ചേച്ചി നമ്മളെ കൂട്ടണോ? കൂട്ടണം. അസിയോട് അല്ല അസിയോട് ചോദിക്കണോ, അല്ലാതെ അസി സമ്മതിക്കൂല. അപ്പൊ ഞാൻ പോണ്ട ചാനൽ A3 വേൾഡ്, പിന്നെ ഏതാ മസീന, വേറെ ഏതൊക്കെ ഉണ്ട് പറയാ, ഞാൻ എഴുതി വെക്കട്ടെ. അതൊന്നും ഇങ്ങനെ അതൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ ഏത് ചാനലിൽ പോകണം നിങ്ങളെ ഇഷ്ടം. അല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ പോണല്ലോ. അതൊക്കെ നിങ്ങൾ ഏത് ചാനലിൽ പോകണം പറഞ്ഞത് നിങ്ങളെ ഇഷ്ടമാണ് അല്ലേ അസീന? അല്ല, എന്നിട്ട് ഈ ബിസ്മിനെ നമ്മളെ കൂടെ കൂട്ടണ? കൂട്ടണം. പടച്ചോനെ ഒന്ന് രക്ഷപ്പെടട്ടെ. അസീന എവിടെ പോയി? അസീന പറ. നീയതാ കൊത്തിപ്പിടിക്കുന്നു. പടച്ചോനെ, കണ്ണ് കൊത്തിക്കോ ചേച്ചിയെ, കൊത്തിപ്പിടിക്കുന്നു. എന്തായാലും കമന്റ് ആര് വരും നിങ്ങളുടെ അവിടുന്ന്? ഈ പാലക്കാട്, മലപ്പുറം, കോഴിക്കോടുന്ന് ഇവിടെ കൊല്ലത്ത് ഈ DLED കോഴ്സില്ലേ അറബിക്കിന്റെ, അതറിയാമോ? അതറിയില്ല. ഈ TTC പോലത്തത് 1 വർഷത്തെ B.Ed പോലെ അറബിക്കിന്റെ 1 വർഷത്തെ കോഴ്സ്. അതെ, B.Edന്റെ തന്നെ DLED പോലെ അറബിക്കിന്റെ ഒരു കോഴ്സ് അറിയാമോ? ടീച്ചറായിട്ട് സ്കൂളിൽ കയറാം, LP സ്കൂളിലൊക്കെ. LP UP സ്കൂളിൽ. അത് ഇവിടെ കൊല്ലത്തുണ്ട്, ഞങ്ങളുടെ പണ്ടത്തെ വീട്ടിന്റെ അടുത്താണ്. അതെ. അപ്പൊ അവര് ഈ 1 മാസം നോമ്പിനൊക്കെ അവർക്ക് ഭയങ്കര പാടാ. പല സ്ഥലത്തുനിന്ന് വരുന്നവരല്ലേ, 10 ആൺകുട്ടികളും 10 പെൺകുട്ടികളും അതില് വരുന്നേ. അപ്പൊ എല്ലാരും മുസ്ലിംസാ. ശരി. അങ്ങനെ നോമ്പിനൊക്കെ നമ്മുടെ അവിടെ നമ്മളാണ് ഹെൽപ്പ് ചെയ്യുന്നവരെയൊക്കെ. അങ്ങനെ നിങ്ങളുടെ സംസാരമൊക്കെ അറിയാം. എല്ലാ ജില്ലയും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, എല്ലാ സ്ഥലത്തുനിന്ന് വരും. കാസർഗോഡ്, കണ്ണൂര്. നമ്മളെ വീടിന്റെ അടുത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് തൃശ്ശൂർ ജില്ല. 1 കിലോമീറ്റർ അപ്പുറത്താണ് മലപ്പുറം ജില്ല. ഇതിന്റെ ബൗണ്ടറിയിലാണ് നമ്മൾ ഈ 3 ജില്ല ഒന്നിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ.
3 ജില്ലയും ഒരുമിക്കുന്ന സ്ഥലമാണ് പിന്നെ നമ്മളെ വീടിന്റെ. എപ്പോഴാണ് കഴിക്കുക? ഇല്ല കോഹ്ലി ചോറ് കഴിച്ചില്ല. ആ അസി പറയണ്ട് കൂട്ടിക്കോ എന്ന് പറയണ്ട്. കൂട്ടിക്കോ. കൂട്ടിക്കോന്ന് പറഞ്ഞിട്ട് അവള് അങ്ങനെ ഇങ്ങനെയൊന്നും പറയൂല കൂട്ടിക്കോന്ന്. അവൾക്ക് ഇഷ്ടല്ല. അവൾക്ക് കിട്ടുന്നത് കുറച്ച് കുറഞ്ഞാലോചിച്ചിട്ടേ. കോഹ്ലി നമ്മളെ ആരെങ്കിലും കൂട്ടുന്നു. കിങ് പറയും നമ്മളെ ആരെങ്കിലും കൂട്ടുന്നു. ഇജും പോരെ. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ നീയും സപ്പോർട്ട് ചെയ്യുന്നു അല്ല. പിന്നെ ഇല്ല കോഴി പണ്ട് ഹസീന എപ്പോൾ കഴിക്കുകന്നുണ്ട്. 2 മണി കഴിയും. അവൾക്ക് ഞാൻ പോയിട്ട് കയറി കഴിച്ചു കൊടുക്കേണ്ടി വരും. കോഹ്ലി കഴിച്ചോന്ന് ചോദിക്കണ്ട. ഹസീന ആണോ ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞു. എത്ര ചിരിക്കുന്നു. ഏത്രിയുടെ ചിരി ഉണ്ടല്ലോ. ഏത്രിയുടെ ചിരി കാണുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ എന്താ കഴിക്കാത്തേ ചോദിക്കണ്ടേ. ഹസീന 10 ദിവസം എന്ത് ചെയ്യും അല്ലേ? ഹസീന 2 മണിക്കാണ് ടൈം. അല്ലടാ എന്നിട്ട് നീ ഇന്ന് ഫുഡ് കഴിച്ചില്ല? ഏത്രി ടീച്ചർ ലൈക്ക് അടിച്ചാ? ടീച്ചർ ലൈക്ക് അടിക്കാൻ മറക്കണോ? ലൈവ് 2 മണിക്കാണോ? അല്ലല്ല ഹസീന പനിയായിട്ട് 2 ദിവസം റെസ്റ്റ് കൊടുത്താ. ലൈവ് ഇടണ്ടാന്ന് പറഞ്ഞതാ. മാറിയിട്ട് ഇട്ടാ മതി പറഞ്ഞതാ. വീട്ടിൽ ഒറ്റയ്ക്കാ ഹോട്ടലിൽ പോയി കഴിക്കാം. അതല്ല പിന്നെ അതിന് വടി കുത്തിയിട്ട് നടക്കാൻ വയ്ക്കണ്ടേ. വയ്യാതൊരു പാട്ട് കിടന്നിട്ട്. ഹസീനാത്തയുടെ വീട്ടിൽ ആരും ഇല്ലേ? ഹസീനാത്തയുടെ വീട്ടിലോ? ഹസീനാത്തയുടെ വീട്ടില് കുറെ ആൾക്കാരുണ്ട്. ഒരു ജാഥക്കുള്ള ആൾക്കാരുണ്ട്. വീട്ടില് ഒറ്റക്കാണോ ഹോട്ടലിൽ പോയി കഴിക്കാന്ന് പറയുന്നുണ്ട്. എത്രയാറും സ്നേഹം തരുന്നുണ്ട്. നസീമ നസീ ദാ വന്ന് അടുത്ത ഹോട്ടലിൽ ഹായ് ഹായ് നസീമ നസീ ഹലോന്ന് 150 പറഞ്ഞിട്ട് ലൈക്ക്. അവർക്കൊക്കെ ഇപ്പൊ അറ്റാക്ക് വരും. എന്നെ കൂട്ടിയില്ല. ഹസീന എന്നെ കൂട്ടിയില്ല. സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഈ സൂപ്പർ ചാറ്റ് പറഞ്ഞാല് നിങ്ങൾ നിന്റെ ഷോർട്ട് വീഡിയോ കാണുമ്പോ മേലെ കാണിക്കും ജോയിൻ. അത് നെക്കിണ്ടെങ്കിൽ കാണിക്കും സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എന്നൊക്കെ. ഈ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരും. അക്കൗണ്ടിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് പൈസ വരും. അത് $100 ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും അറിയോ? ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. അത് ഈ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എടുക്കുമ്പോ ഞാനൊരു കാര്യം കാണിച്ചില്ല. നമ്മള് ഇതില് വൈറ്റ് സ്റ്റുഡിയോ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡോളർ ചിഹ്നം കാണിക്കും. കുളിച്ചിട്ട് പല്ല് തേച്ചിട്ട് നിന്ന് സൂപ്പർ ഡ്രസ്സ് ഇട്ട് നിന്ന് ചാറ്റുന്നു സൂപ്പർ ചാറ്റ് എന്ന് പറയുന്നുണ്ട്. ആഹാ മെസ്സി എന്ന് പറയുന്നുണ്ട്. ഇത് ഈ എസ് എന്നുള്ള ഡോളർ വെക്കുന്നെങ്കിൽ ഇങ്ങനെ വരും. ഉണ്ടാ നമ്മൾ ഡോളർ ഇത് ഈ ഡോളറാണ്. ഇതിൽ സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ യൂട്യൂബില് പ്രൊമോട്ടർ കാണിക്കില്ലേ? ഇതില് വരുന്നതാണ് യൂട്യൂബിന്റെ പൈസ അറിയണ്ടത്. എന്താ ഇവിടെ 100 ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 9,000 കിട്ടും. അത്ര തന്നെയാണ് ഇതിന്റെ യൂട്യൂബിന്റെ വരുമാനം പറഞ്ഞ. ഇതില് ഞമ്മക്ക് എന്താ പല കാര്യങ്ങളല്ല. ഇപ്പൊ 64.8 $US. ഇത് ഡോളറാണ്. എത്രയാ ഇങ്ങനെയൊക്കെ ഡോളർ ആക്കിക്കോ. ഞാൻ അതിന്റെ മുന്നെടുത്ത 123 എടുത്തത് കണ്ടോ. ഇപ്പൊ എത്ര വട്ടം എടുത്ത്? 2 വട്ടം. ഞാനിപ്പോ 1 കൊല്ലായിട്ടുള്ള ചാനലാക്കിട്ട് ഞാൻ ഇതൊരു ഐഡിയ ആയിട്ട് ഇറങ്ങി നടക്കിയെന്നേ. അപ്പൊ എല്ലാരും പറഞ്ഞത് ഇത് പൈസ ഇട്ടുന്നല്ലേ, നിങ്ങൾ വെറുതെ പൈസ കളയണം. അപ്പൊ അതാണ് ഇപ്പൊ ഞാനും കിങ് പാവ കുട്ടിമോള് അതേന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ വീഡിയോ കാണുമ്പോ കാണില്ല. മറ്റേ എന്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കാണുമ്പോ കുട്ടിമോൾ അതെ ഞാനും കിങ്ങും പാവ. അപ്പൊ നിങ്ങൾ എന്നെ എന്ത് പറയും? കിങ്ങേ നസി വിളിക്കുന്നു. ചെറുപഴം തക്കാളി പുളിങ്കുരു തക്കാളി ലൈക്ക് കണ്ടോ കിങ്ങി? എനിക്ക് തന്നെ ഇപ്പൊ ബോധക്കേട് വരുമെന്നാ തോന്നുന്നു. പടച്ചോനെ മാഷ നമ്മളെ സൈഫുത്താന്റെ ഇതില്ല അല്ലെങ്കിൽ ഞാൻ സൈഫുത്ത വന്നിരുന്നു. സൈഫുത്ത നല്ല സപ്പോർട്ട് ചെയ്യും. സൈഫുത്താനോട് പറഞ്ഞ സൈഫുദ്ദീൻ സപ്പോർട്ട് ചെയ്യും.
ഇന്ന് 8 മണിക്ക് സൈഫുത്താന്റെ ഷോട്ടിൽ കഴിയുന്നെങ്കിൽ സൈഫുത്താന്റെ കൂട്ടാക്കിക്കോ. എന്റെ ഷോട്ടില് നോക്കട്ടെ സൈഫുത്ത ഇവര് ഞാൻ നോക്കട്ടെ ഷോട്ടിൽ കമന്റ് ഇട്ടുണ്ടാവും. സൈഫുത്ത നോട്ടെ ഈ ബിസ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ബിസ്മി ഉണ്ട്, ബിസ്മി വേൾഡ്. അതാ നിങ്ങളാണോ പേരിട്ട് കൊടുത്തത്? അതെ, അത് നമ്മളെ ചങ്കാണ്, ചങ്കിടിപ്പാണ്. ചങ്കിടിപ്പ് ചങ്കിലെ ചോര അല്ലേ? അതല്ലേ ടാഗിലെ? അവള് ഈ ഒരു പാട്ടുകാരി കൂടിയാണ്. ആണോ? ഞാൻ ഒരു ഈ വട്ടം പൊട്ടത്തിൽ ഈ പൊട്ടത്തിനെ സപ്പോർട്ട് ചെയ്യണ്ട. ഹസീന ഞാൻ കൂട്ടാണ്. അതിനെ താങ്ക് യു. കിങ് ആണ് നമ്മളെ നട്ടല്. ഇതാണ് ഈ തേന്ന് പറയുന്നത്. നോക്കട്ടെ, അതാണ് സൈഫുദ്ദാറിന്. ഇതാ ഓക്കെ. ഇവര് ലൈവ് ഉണ്ട് രാത്രി 8 മണിക്ക്. 8 മണിക്ക്? ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. നിക്കേ എടുത്തെടുത്തു. വേറെ താത്താമാരെയൊക്കെ ഒന്ന് കാണിച്ച് ഞാൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോ കിട്ടത്തില്ല. നേരത്തെ മറ്റേ ഒരു താത്തായെ കാണിച്ചില്ലേ? ആ താത്താടെയും കൂടെ എടുത്ത് കാണിച്ചു തന്നെ. എന്തുവായിരുന്നു? സാബിറാത്താന്റെ സാബിറാത്താന്റെ. അത് ഞാൻ ലിങ്ക് ഇട്ട്. ഓക്കെ. ഒരു കസ്റ്റമർ ഇട്ട് 1 മിനിറ്റ്. കുഴപ്പമില്ല, പോയിട്ട്. ഞാൻ 4 ഫോണിൽ നിന്ന് ലൈക്ക് തന്നിട്ടുണ്ട്. ഓക്കെ കിങ്. കിങ് ആണ് നമ്മളെ കിങ്. കിങ് ഇല്ലേ? കിങ്ങൊക്കെ ഇല്ലായിരുന്നെ ഞാൻ നിർത്തിപ്പോയേനെ. നിർത്തിപ്പോവാൻ ഇപ്പൊ 2-3 വട്ടമായിട്ട് തുനിഞ്ഞിട്ടുണ്ട്. എല്ലാക്കെ എഴുതാണ്ട് ഇതാണ് കുട്ടിമോളുടെ ലൈവ് എഴുതി വെച്ചിരിക്കുന്ന. എന്താ അവർ രണ്ടുപേരെയും? അയ്യോ, ആദ്യം കൊറേയൊക്കെ പറഞ്ഞു, പിന്നെയും ഇപ്പൊ ഇടുന്നില്ലെന്ന് തോന്നുന്നു നസി ലൈവ്. രാവിലെ 8 മണിക്ക് ഇട്ടില്ലല്ലേ? 11 മണിക്ക് ഇട്ടാ? ഇട്ടില്ലല്ലേ നസി? 11 മണിക്ക് ഇട്ടാ നസി? എവിടെ പോയാ കുട്ടിമോളും നസിയൊക്കെ പോയാ? കിങ്ങി ലൈക്ക് കണ്ടോ? എനിക്ക് ബോധം പോണു. കിങ്ങേ ഡയമണ്ട് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ആദ്യം കാണിച്ച ഇത്തായുടെ. ഓക്കെ. എല്ലാരെയും ഒക്കെ പിടിച്ചിടും. പോണം ഇനി തൊട്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യണമല്ലോ നമ്മള്. ചെറുപഴം മുങ്ങി. നമ്മള് എല്ലാ ലൈവിലും പോണം, അങ്ങനെ ഒരു ലൈവില് മാത്രം ഇരിക്കരുത്. സത്യമല്ലേ? എന്നാലല്ലേ നമുക്ക് പല പല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റൂ. എല്ലാവർക്കും ഓരോരോ പാഠങ്ങളാ. പിന്നെ ഇതാണ് എന്റെ ഡെയിലി പ്ലാനർ ബുക്ക്. മേടിച്ചിട്ട് ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. എന്റെ നമ്പര് കണ്ടേ? 180 ലൈക്കായി പിടിച്ചിരുന്നു. ശരി, എനിക്ക് പേടിയായിട്ട് വയ്യ. ഞാൻ തന്നെ ഇപ്പൊ ബോധം പോകുന്നു. കൈയൊക്കെ ചെറുതായിട്ട് തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ 180 ലൈക്ക് ഇറങ്ങിപ്പോകുന്നുള്ള എന്തെങ്കിലും എഴുതിയിട്ടോ കേട്ടോ. അതേ ഇറങ്ങിപ്പോവും. ഇവിടെ വന്നവരൊക്കെ ഞെട്ടി. രഞ്ജുവൊക്കെ ഞെട്ടിയിരിക്കുവോ? കുട്ടിമോള്, നസി, ബാക്കിയൊക്കെ ഉള്ളവർക്ക് അറിയാം കേട്ടോ. ഹസീനാക്കും ലിയോ അവരെല്ലാം ചാനലുകാരാ. ഞാൻ പോവാണ്, 12 മണിക്ക് ടുഗദറിൽ കയറാൻ വിളിച്ചിട്ട് വന്നതാണ്. എവിടെ പോയി? ഇതിന്റെ ഇടയ്ക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഈ ഇക്ക കേറി. മാഷാ അല്ലാഹ്, എന്തായാലും കുറെ അറിവൊക്കെ പറഞ്ഞു തന്നല്ലോ. വലിയ ഉപകാരമല്ലേ നമുക്ക്. കൂട്ടൊക്കെ തന്നില്ലേ നമുക്ക്. ഇനി പലരുടെയും ലൈവില് പോകണം നമുക്ക്.
പോവാണ് കുട്ടിമോള്. അസ്സലാമു അലൈക്കും. വരണേ, എനിക്ക് പിന്നെ ടുഗദറിൽ ഇടാൻ വരണേ. ഞാൻ ചോദിക്കുന്നു, ഈ കാക്ക ചിലപ്പോ നമ്പർ തരുവായിരിക്കും. ഈ കാക്കയുടെ നമ്പർ ഉണ്ടെന്ന്. നിങ്ങൾ വിളിക്കാറുണ്ടോ ഷബീർ കാക്കായെ, കുട്ടിമോളെ? ഇനിയിപ്പം വിളിക്കാമല്ലോ ഈ കാക്കായൊക്കെ സംശയം ചോദിക്കും. കുട്ടിമോള് വിളിച്ചിട്ടുണ്ടോ ഈ കാക്കാനെ? കിങ് ഇവിടെ ഉണ്ടോ? തലകറങ്ങി ഇതിന്നെങ്ങാനും വീണാ ഞാൻ അങ്ങോട്ട് അവിടോട്ടായിരിക്കും വീഴുന്നത്. എനിക്ക് വയ്യ. എന്തെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറയുന്നത് സത്യം അല്ലേ കിങ്ങേ? അല്ലേ 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 കിങ്ങേ? കിങ്ങേ, നേരത്തെ കട്ടാക്കിയാൽ ലൈക്ക് പോകില്ല എന്ന് പറയുക. കഴിഞ്ഞ ദിവസം മന്ത്രി ലൈക്ക് ആയി കഴിഞ്ഞിട്ട് കട്ടായിട്ട് പിന്നെ ഇടുകയാണ് ചെയ്തത്. അല്ല, ഈ കാക്ക പറഞ്ഞു ഒന്നും പോത്തില്ല, അതൊക്കെ അവിടെ കാണും. അതേ ഡയമണ്ട്. ഓ, ഇന്നും ഇന്നലെയൊക്കെ ഞാൻ വിഷമിച്ചതിന് ഒരു കയ്യും കണക്കും ഇല്ല അല്ലേ? അയ്യോ, ഇല്ല, ഇപ്പൊ ലൈക്ക് കിട്ടിയിട്ട് എത്ര നേരമായി? കൊറേ നേരമായി. ഒന്നും പോയില്ല. എന്താണ് എന്തുണ്ടായി? അല്ല, ഒരു കിങ് പറയുന്ന ലൈക്ക് ചിലപ്പോ ഇറങ്ങി പോകുന്നു കട്ട് ചെയ്യാൻ. ഇല്ലല്ല, ഇതിന് ഒരു ലൈക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കാം. ഇന്നലെ ഒത്തിരി സങ്കടമായിരുന്നു. എനിക്ക് ഇന്നലെ ഒത്തിരി സങ്കടമായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പം യൂട്യൂബ് അങ്ങ് കളയാന്ന്. അതല്ല, നീ അങ്ങനല്ല, യൂട്യൂബ് നമ്മള് അങ്ങനെ ഒരിക്കലും തളർന്നു പോയിരുന്നു. തളർന്നാ കഴിഞ്ഞ കാര്യം. ഇതിനൊരു ലൈക്ക് പോലും നിങ്ങൾക്ക് കുറയൂല. മനസ്സിലാവണ്ടോ? ഇതിൽ തന്നെ ഈ ലൈക്ക് എന്ന് പറയുന്നത് അതൊക്കെ പൈസ ചെലവുള്ള ലൈക്കാണ്. മനസ്സിലാവണമെങ്കിൽ ചെറിയ പൈസ ആണെങ്കിലും ശരി, ഇത് നമ്മള് സർവർ വഴി ചെയ്യുന്നതാണ്. ഒറിജിനൽ ലൈക്കാണ്, ഒരിക്കലും പോകില്ല. അതേ സബ് ലൈക്കാണ്. സങ്കടത്തിൽ ഇന്നലെ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ഒന്നും പറഞ്ഞു തരാനും ആരും ഇല്ല. ഇത് ഞാൻ ലൈവും ടുഗദറും ഞാൻ സ്ക്രീൻ കാസ്റ്റും ആണ് കൂടുതൽ ഇടുന്നത്. സ്ക്രീൻ കാസ്റ്റ് ചെയ്യണ്ട കേട്ടോ. സ്ക്രീൻ കാസ്റ്റ് വെറുതെ ചെയ്യണ്ട, ഒരു കാര്യമില്ല. അതിന്റെ വാച്ചിങ് ഒരു ഗുണം ചെയ്യൂല. ഇല്ലേ? സ്ക്രീൻ കാസ്റ്റ് അറിഞ്ഞുകൊണ്ട് മനുഷ്യൻ ചെയ്യരുത്. അല്ല, പിന്നെ ഓരോരുത്തർക്ക് 40K 50K 60K അപ്പൊ അവര് മോണിയായെന്നൊക്കെ പറയുന്നേ. മോണിസേഷൻ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇപ്പൊ ഈ ഒന്നുണ്ടായിട്ട് പറയില്ല. ഒരുപാട് ചാനലുകള് മോണിസേഷൻ ആയിട്ട് കട്ടായ ചാനലുകളുണ്ട്. അത് അങ്ങനെയും ഉണ്ടെന്ന് പറയുന്നു ഇപ്പൊ. മോണിസേഷൻ കട്ടായി ഒന്നുണ്ടല്ല. ഇത് സ്ക്രീൻ കാസ്റ്റ് ഇടുമ്പോ സൗണ്ട് കൊടുക്കണം. സൗണ്ട് കൊടുത്തില്ലെങ്കിൽ അത് സൈലന്റ് ലൈവിലാണ് പോവുക. അത് റീയൂസ്ഡ് വരും. അതേ കണ്ടന്റ് വേറെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതേ യൂസ്ഡ് വരും. ആരും കംപ്ലൈന്റ് കൊടുത്തിട്ടും കുഴപ്പമില്ല. ആരെങ്കിലും ഒന്ന് റീകണ്ടന്റ് വന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ അടക്കം അടിച്ചു പോകും. എന്തിനാ വെറുതെ നിൽക്കണം? അല്ല, ഒരാൾ ഞാനിപ്പോ ഇത്ര കാലമായിട്ട് സ്ക്രീൻ കാസ്റ്റ് ഇടാൻ അറിയാത്തതുകൊണ്ടല്ല നമ്മൾ എന്തിടാത്ത. ഒരു സ്ക്രീൻ കാസ്റ്റ് പോലും നമ്മൾ ലൈവ് ഇട്ടുണ്ട് നോക്കിയത്. ഇല്ല ഇല്ല, ചിലരൊന്നും ഇട്ടിട്ടില്ല. അറിയണവരിടില്ല. പിന്നെ ഒരാൾക്കാർ പാമ്പിന്റെ വീഡിയോ ഇടും, അവരെ മോണിസേഷൻ കട്ടാവും. 100% ഉറപ്പാണ്. എന്നിട്ട് ഞാൻ ആ പാമ്പിന്റെ വീഡിയോ തിരക്കി നടന്നിട്ടുണ്ട്. അത് ഭ്രാന്തിന്റെ ഇന്നത്തെ ഇവർക്ക് ചില ആൾക്കാർക്ക് ഓൾറെഡി സബ്സ്ക്രൈബർ മാത്രം ചിന്താഗതിയിൽ മാത്രം ചെയ്യണം. അവർക്ക് യൂട്യൂബിന് വരുമാനം പ്രതീക്ഷിച്ചല്ല. മനസ്സിലാവുണ്ടോ? കുട്ടിമോൾ എന്തോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അതേക്ക് ഇന്നലെ ഞങ്ങൾ എന്തിനു അസൂയ വയ്ക്കുന്നു? ഡയമണ്ട്, ഞാൻ എന്താ പറഞ്ഞത്? പകുതി വെച്ച് നിർത്താൻ എന്താ കുഴപ്പമാണ്? ചാനൽ കൊണ്ടുപോവുക തന്നെ. കുട്ടിമോൾ, അസൂയ എന്നല്ല ഞാൻ ഡയമണ്ട് പറഞ്ഞത്. ഞാൻ കിങ്ങോ ഇവിടെയുണ്ട്, ഞങ്ങളോട് സംസാരിക്കും. അയ്യോ, എനിക്ക് നിങ്ങളുടെ അടുത്ത് അസൂയൊന്നുമില്ല. എനിക്ക് ടുഗദറിൽ ചേരാൻ ആളില്ല. അസറുദ്ദീൻ ബിസിയാ. പല പല ചാനലിൽ ടുഗദർ സപ്പോർട്ട് ചെയ്യുന്നവരെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളേല് കേറാൻ ആളില്ല. എനിക്ക് ആരുടെയും നമ്പരില്ല. എന്തായാലും ഞാൻ ഇറങ്ങിയിട്ട് ഷബീർക്കാക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ചെയ്യാം. അപ്പൊ നമുക്ക് കൂട്ടാവാം. നിങ്ങൾ വഴി എനിക്ക് ടുഗദറിൽ ആരെങ്കിലെയൊക്കെ തരുമല്ലോ. അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം.
നമ്മൾ ലൈവ് ഇടുമ്പോ ചില ദിവസങ്ങൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ പോലെ സ്കാനർ ചെയ്ത് കൊടുക്കും. സ്കാനർ ചെയ്ത് കൊടുക്കുമ്പോ നമ്മൾ കറക്റ്റ് സ്കാനറാണ്. അപ്പൊ ഇതിലെന്ത് ചെയ്യും? സ്കാനറിൽ കായ് പൈസ വരും. ചില ആൾക്കാർ അങ്ങനെയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് കയറുമോ ഈ പൈസ? അതിട്ട് ഡയറക്റ്റ് നമ്മളെ അക്കൗണ്ടിൽ കയറുക. ഓ, ഇതിലിടുന്നതാണോ നല്ലത് അതോ നിങ്ങളുടെ യൂട്യൂബിനകത്ത് അല്ല, ഇതില് ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ ചില ചാനലുകൾക്ക് മോണിസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മള് പൈസ മേടിക്കും. മോണിസേഷൻ ചെയ്ത് കൊടുക്കണേ. അതിനെത്രയാ? അതൊന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല. അതൊക്കെ മോണിസേഷൻ ആവുമ്പോ. എന്തായാലും മെമ്പർഷിപ്പ് നോക്കാം. മോണിസേഷൻ ആവുമ്പോ ഇതില് മോണിസേഷൻ ചെയ്യാൻ ചിലവർക്ക് ഇതിന്റെ സ്കാനറിൽ ചെയ്യാൻ പറ്റൂല. ചിലർക്ക് നമ്പറിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് രണ്ടവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ അസീന ഭയങ്കര ബിസ്ക്കറ്റ്, അവളൊന്നും ചെയ്യൂല. എല്ലാരും ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് അതെന്തായാലും എല്ലാരും ചെയ്യുമായിരിക്കും. ഞാനും കിങ്ങും ഇവിടെ ഉണ്ട്. ഞങ്ങളോട് സംസാരിക്കും. ഓക്കെ, ഞാൻ 5 മിനിറ്റ് മ്യൂട്ട്. കിങ്ങിനോട് കുട്ടിമോളോട് കുറച്ച് നേരം സംസാരിക്കട്ടാ. എല്ലാരും ഉണ്ടായിരിക്കട്ടാ. ഈ കിങ്ങിനോടും അസിന ഉണ്ടാതിരിക്കേ. കുറച്ചേരം കുട്ടിമോളോട് സംസാരിക്കട്ടെ. അല്ല, ഇതില് നിനക്ക് നിന്റെ ഫോണില് ഗ്രീൻ സ്ക്രീൻ ഇല്ല? അന്ന് ഗ്രീൻ സ്ക്രീൻ കിട്ടൂല. എന്തിനാ എത്ര ഇടങ്ങറാണ്? ഗ്രീൻ സ്ക്രീൻ കിട്ടൂലേ? അതിലൊരാളെ ഇടാൻ അറിയില്ല. അതില് ഫോട്ടോ ആഡ് ചെയ്യും. ആദ്യം അറിയത്തില്ലായിരുന്നു, ഇപ്പൊ പഠിച്ചു. നമ്മൾ ഏത് ഡീപി വേണമെങ്കിലും ഇടാല്ലേ? അങ്ങനെയൊന്നുമില്ല. അതിനൊന്നും ഇതൊന്നും പറ്റില്ലല്ലോ. അല്ല, ഇപ്പൊ പച്ച സ്ക്രീൻ ആക്കി. ഇനി അതില് ഗാലറിന്ന് ഒരു ഫോട്ടോ ആഡ് ചെയ്യും. ഫോട്ടോ ഇല്ല, എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തതൊക്കെയുള്ളൂ. അത് ഗ്രീൻ സ്ക്രീൻ ഇടുമ്പോ എപ്പോഴും ബാക്ക് ക്യാമറ കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ഈ ഗ്രീൻ സ്ക്രീന് പല പണികളും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു എനിക്ക് പണി തരും. കിങ് ചായ വെക്കാൻ അറിയുമോന്ന് കുട്ടിമോൾക്ക് ഇടയ്ക്ക് ചായ കുടിക്കണം. അപ്പൊ കിങ്ങിനോട് ചായ കുടിക്കാൻ അറിയുമെന്ന്. ഇല്ല, ഇപ്പൊ എന്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത് മാത്രമേ. പിന്നെ മോളുടെ ഫോട്ടോ ഇടാം. ഇല്ലല്ലോ, ഇട്ടൂടല്ലോ. മോളെ ഫോട്ടോ അല്ല, വേറെ ഏതെങ്കിലും ഇതൊന്നും ഇല്ല? എന്തെങ്കിലുമൊക്കെ വേറെ ഡി പി? ഇല്ല, ഞാൻ ഇതിന് ഇറങ്ങണ്ടില്ല. ഗാലറിയിൽ ഒരു ഫോട്ടോ ഇല്ല നിന്റെ? ഇതിനകത്ത് കൊറേ സ്ക്രീൻഷോട്ട്. അല്ല, നീ ഒരു ഫോട്ടോ ഇല്ല. നീ ഒക്കെ പോയാ ആണോ? ഗുഡ് എന്ന് പറഞ്ഞ കിങ് ചായ വെക്കാൻ അറിയോ ചോദിക്കണ്ട്. ഇതെന്താ വരാത്ത? വന്നു. അതേപോലെ സീനറി വെച്ചാൽ മതി. അത് നല്ല വെക്കണ ഇതേപോലെ ഫോട്ടോ വെക്കുമ്പോ നല്ല വെളിച്ചുള്ള സ്ഥലത്ത് വെക്കുക. അല്ലെങ്കിൽ നീ അവിടെ ബാക്ക് ക്യാമറ ഒക്കെ വെച്ച് അതിന്റെ മുന്നിൽ കൂടെ നടന്നാൽ നിങ്ങളുടെ കയ്യിൽ കാണും. ഞാൻ അങ്ങനെ കൊറേ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാണ് പറഞ്ഞത്. ഇപ്പൊ നിനക്ക് ആ ഫോൺ വെക്കാനൊരു സ്ഥലത്ത് ഇപ്പൊ സ്വസ്ഥമായിട്ട് ഫോണ് കൈ പിടിക്കാലോ. ഒരു കുഴപ്പമില്ല. എന്തിനാ അങ്ങനെ ഇടങ്ങറാണ്? ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു ഉഷാറാണ്. ആണോ? ഗുഡ് പറഞ്ഞിട്ട് കിങ് ചായ വെക്കാൻ അറിയോണ്ട് കുട്ടിമോളെ ചിക്കൻ കറി, മീൻ കറി, ചോറ്, ബീഫ് കറി, മീൻ ഫ്രൈ, പുളിശ്ശേരി, സാമ്പാർ, കേബേജ് തോരൻ, ക്യാരറ്റ് തോരൻ, അവിൽ
ഇത്രയും ഉണ്ടാക്കാൻ അറിയാം. ആഹാ ആഹാ കൊള്ളാലോ അല്ലേ? പിന്നെന്തോ ഇവൻ വേണം. നമുക്ക് ബിസ്മിച്ചൊരു പിന്നെ ഹോട്ടലിൽ തുടങ്ങി ഇവനൊക്കെ ഭണ്ടാരിയാക്കാം. അത് ശരി. ആസി എന്താ സ്പെഷ്യൽ? ആഹാ ഞാൻ കേറിയിട്ട് 1.5 മണിക്കൂറൊക്കെ ആയി. ആഹാ കൊള്ളാലോ. ഇന്നപ്പൊ നിങ്ങളാ ഫുള്ള്. ഇന്ന് നിങ്ങളാണ് ഫുള്ള്. ഇതാണ് കുഴപ്പം. ഞാൻ എവിടെയും കേറാത്തത് കൊണ്ടാണ്. ആരും പിന്നെ കേറൂലേ. നിങ്ങക്ക് അവിടെ ബീച്ചൊക്കെ അടുത്ത്? ഡയമണ്ടിന് എന്താ സ്പെഷ്യൽ ചോദിക്കണ്ടേ? ബിസ്മി ഇന്ന് വേഗം നിങ്ങൾ എന്റെ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ആഹാ അല്ല, അവിടെ നെസി വന്നപ്പോ ഞാൻ ഇറങ്ങണ്ടേ? നെസിക്കല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ആരും ഇല്ലാത്തോണ്ട് കേറിയതാ. നെസി വന്നപ്പോ ഞാനങ്ങ് ഇറങ്ങിക്കൊടുത്തതാ. അവര് എപ്പോഴും നെസിയും കുട്ടിമോളും ആ ടുഗദർ ഇടുന്നത്. ബ്രോ കഴിച്ചോ? എന്താ സ്പെഷ്യൽ? കഴിച്ചിട്ടില്ലടാ. സ്പെഷ്യല് ഒന്നും അങ്ങനൊന്നുമില്ല. ചോറ്, പിന്നെ അവിടെ നല്ല മാന്തൾ കറി ഉണ്ട്, മാന്തൾ പൊരിച്ചതുണ്ട്, പിന്നെ ഉപ്പേരുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, കടുമാങ്ങ അച്ചാറുണ്ട്, ഭംഗിക്കൊരു പപ്പടം ഉണ്ടാവും. അത്രയൊക്കെ എന്താ പ്രതീക്ഷിച്ചാണ്. ഇത്ര അടിപൊളിയായില്ല. അവിടെ അടുത്ത് ബീച്ചൊക്കെ ഉണ്ടോ? ഇവിടെ ബീച്ച് പറഞ്ഞാൽ 20 കിലോമീറ്റർ അപ്പുറത്ത് ബീച്ചുണ്ട്. ഒരു അപ്പുറത്ത് ഒരു സ്ഥലത്ത് 15ഉം ഒരു സ്ഥലത്ത് 22 കിലോമീറ്റർ അപ്പുറത്ത് 2 ബീച്ചുണ്ട്. ഒരു സ്ഥലത്തേക്ക് 18. ഇവിടെ സിറ്റോറും ബീച്ച് തന്നെ. 18 ഒരു 20-25 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഫുള്ള് ബീച്ച് തന്നെ. നമ്മക്ക് ഇവിടെ അടുത്താ, 5 കിലോമീറ്റർ ഇല്ല. ബ്രോ കഴിച്ചു. അസീനയാണോ ബീഫ് ഫിഷ് വേണോ അയച്ചു തരാൻ? എന്റെ ചാനലിൽ വരുന്നവരുതാ. വിസ്മി എന്റെ ലൈക്ക് കണ്ടിപ്പോ ഞെട്ടും. വിസ്മി ഹായ്, അനിതാത്ത ഞെട്ടും. ഇവരൊക്കെ എന്റെ വരുന്നത്. അനിതാത്ത, ബിസ്മി. അസ്സലാമു പറച്ചോനെ അലൈക്കും. ഇവിടെ ഈ എല്ലാ ആസിയ ഇവിടെ വരുന്നവരുടെ പേരൊക്കെ ബിസ്മിയാലോ. ഞങ്ങള് 2 ബിസ്മിമാരും ടുഗദർ ഇട്ടിട്ടുണ്ട്. ആഹാ ഇപ്പൊ മൊത്തം 3 ബിസ്മി, പിന്നെ ബദർ ബിസ്മി, അപ്പൊ 4 ബിസ്മിയായി. ഞാൻ ഇന്റെ ബിസ്മിയോട് പേര് മാറ്റാൻ പറയേണ്ടത് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ബിസ്മി സാദിഖ്. ഞാൻ ബിസ്മില്ലായ പേര് ബിസ്മിന്നേ ഉള്ളു. മറ്റേത് ബദർ ബിസ്മി, പിന്നെ ബിസ്മി വേൾഡ്. 4 പേരെ കണ്ടിപ്പോ. ഇക്കാലം ഞാൻ വിളിക്കാറുണ്ട്. അതെങ്ങനെ ബിസ്മില്ലാന്ന് ബിസ്മി സാദിഖ് ഞെട്ടുന്നു. 180 ലൈക്ക് എങ്ങനെ കിട്ടിയത്? ആർക്കെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത ചാനലില് മെസ്സേജ് ഇട്ടോ. ഞാന് വൈകുന്നേരം ആകുമ്പോ തിരിച്ച് കൂട്ടാക്കി തരാം. സപ്പോർട്ട് വേണമെങ്കിൽ കൂട്ടായി. ബിസ്മി ഈ ഇക്കായെ കൂട്ടാക്കിക്കോളാം. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അനിതാത്തായി ഞെട്ടുന്നു. 151. 151. ഈ ഇടക്കൊക്കെ ഞാന് നമ്മളെ ചാനലില് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരെ ലൈവില് പോയിട്ടുണ്ടെങ്കിൽ ഞാന് അവർക്ക് നമുക്കൊരു സന്തോഷം തരുമ്പോ അവർക്ക് സന്തോഷം കൊടുക്കണ്ടേ? അത് ശരി. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ലൈക്കുകൾ. മനസ്സിലാണ്ടോ? അപ്പൊ അത് നമ്മള് മെമ്പർമാരോട് ചോദിച്ചറിയാം. അവർക്ക് എല്ലാ ഫുൾ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട് നമ്മള്. ഡയമണ്ട് ഞാൻ 2 മണിക്ക് പോകും കഴിക്കാൻ. എൻജെൻ കമന്റ് ഇടാമേന്ന്. ഷെബീർ ഞാൻ ഓൾറെഡി കൂട്ടാണ് വേണ്ടി. എടാ മുത്തേ, നീ ഒന്നുകൂടി നിന്റെ ഷോർട്ട് വീഡിയോ ഒന്ന് കമന്റ് ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടി നോക്കി നോക്കാം. ചില ആളുകൾ എന്നെ സബ്ബാക്കിന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരെ ഷോർട്ടിൽ കമന്റ് കാണുന്നില്ല. പിന്നെ അവര് വീഡിയോസ് ചില ലൈവിൽ പോകുമ്പോൾ പറയുമ്പോഴാണ് ഞാൻ നോക്കുക. അപ്പൊ സബ് ആവൂലല്ലോ. പിന്നെ വേറെ കാര്യം പറഞ്ഞില്ല, ഞാൻ ലക്ഷക്കണക്കിന് സബുകൾ ഓരോ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നിങ്ങൾ തിരിച്ചു വന്ന സബുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒരാൾ സബ് ചെയ്യുമ്പോ 5 സബ് നമ്മൾ തിരിച്ചു കൊടുക്കാറ്. അല്ല, നമ്മളിപ്പോ സബ് ചെയ്യുന്നവരെ നമ്മളെ മൈ സബ്സ്ക്രൈബേഴ്സിൽ പോയി അവർക്ക് കണ്ടുകൂടെ? അപ്പൊ അവരെന്താ തിരിച്ച് അത് സബ്? ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസം 15-ാം തീയതി മുതലാണ് അങ്ങനത്തെ പുതിയ ഓപ്ഷൻ വന്നത്. അതുവരെ അങ്ങനത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആ ഓപ്ഷൻ വന്നത്.
ഏഹ് അപ്പൊ അതല്ല, നമുക്ക് നമ്മൾ ആ കൊടുത്തവർക്ക് നമ്മൾ അവിടെ കിടക്കുന്ന കണ്ടുകൂടെ, അപ്പൊ പിന്നെ നമ്മക്ക് തിരിച്ച് തന്നൂടെന്നാ ചോദിക്കുന്നേ. അവര് തരുന്നില്ലല്ലോ. അവര് തരുന്നില്ല. അതിനവര് എല്ലാവർക്കും അവര് രക്ഷപ്പെടണമെന്നുള്ള ചിന്താഗതിയേ ഉള്ളൂ. നിന്നെ തല്ലിയിട്ട് എനിക്ക് സബ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. നീ വിചാരിക്കണ്ട എനിക്ക് തരണമെന്ന്. ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഈ അസീനൊക്കെ അങ്ങനെ തന്നെ. സബ് അങ്ങോട്ട് മേടിച്ചേക്കോളൂ, ഇങ്ങോട്ടൊന്നും തിരിച്ചു തരൂല. അവൾ ഇതുവരെ എന്നെ കൂട്ടാക്കിയിട്ട് പോലും ഇല്ല. അനിത ചേച്ചി എനിക്കും അങ്ങനെ തന്നെ. 10K കഴിഞ്ഞെന്ന് പറഞ്ഞു. 10K ഇവിടെ 100K എന്നോ കഴിഞ്ഞു. പിന്നെ ഇന്റെയൊക്കെ അത് സ്പാമാൻ തുടങ്ങി 2200 സംതിങ് സ്പാമായി പോയി. അതൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കുത്തിരുന്ന അത് കുറയും. അപ്പൊ 100 കുറയും, പിറ്റേ ദിവസം 200 കുറയും, ഒറ്റയടിക്ക് 600. പിന്നെ നിങ്ങൾക്കൊക്കെ വേറെ ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. കായ് ആദ്യമൊക്കെ പൈസ നമുക്ക് ഇതാക്കിട്ട് ഇപ്പൊ നമ്മൾ ഈ ലേക്ക് കൊടുക്കണ പോലെ നിങ്ങൾക്ക് സബും തരാൻ പറ്റും. എനിക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് പൈസക്ക് ചെലവുണ്ട്. എത്ര 100K വരെ വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും. അത് 1000 സബിന് ഇത്ര പൈസ എന്നുണ്ട്. ഞാൻ ഹിന്ദി ചാനലുകാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ കൊടുത്തിരുന്ന ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു ചാനൽ ഫുള്ള് നറുക്കെടുപ്പ് ലൈവ് ആഴ്ചക്ക് 2000 സബ് ഫ്രീ. കൊറേ ആൾക്കാർ കിട്ടി നമ്മുടെ ചാനലില്. മറ്റേ യൂമി വ്ലോഗ് എന്ന് പറഞ്ഞൊരിക്ക, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ അവിടെയും ഉണ്ട് ഇങ്ങനെ 50 സബ് 50. 50 സബില് നമ്മൾ കൊടുത്തിരുന്ന 2000 സബും 3000 സബായിരുന്നു. നമ്മൾ ലൈവിൽ നിന്ന് കിട്ടിയൊരു പല ആൾക്കാരും ഉണ്ട്. അതെന്നാ നിർത്തിയോ നിങ്ങളത്? അത് സബുകൾ സ്പാം ആവുന്നുണ്ട്. നമ്മളിപ്പോ നിനക്കൊരു 1000 പറഞ്ഞാൽ 1000 കയറണ്ടേ? നിനക്ക് 1000 ഇട്ടിട്ട് 500 കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തല്ലിവിടാൻ വരില്ലേ? ശരിയാ ശരിയാ. ആ സമയത്താണ് നമ്മൾ സൂപ്പർ ചാറ്റ് ചെയ്തവർക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റിയത്. അങ്ങനെ ആ സമയത്ത് നല്ല മെച്ചായിരുന്നു. നല്ലായിരുന്നല്ലേ? അതാ വൈറ്റിമാമ മെച്ചിന്റെ പണിയെ തന്നു. തേങ്ങാമുറിയൊക്കെ അത് മാറ്റിക്കും. തേങ്ങാമുറി അല്ലേ, അത് കേക്കാ. ഇപ്പൊ ഇവർക്ക് വേണ്ടി മേടിച്ചതാ, പിള്ളേർക്ക്. നമ്മളവിടെ ഇരുത്തിട്ട് അവള് കേക്ക് ഇതൊക്കെ ഇതൊന്നും ശരിയല്ലല്ലോ. അല്ല, ഇത് അവർക്ക് വാങ്ങിയതാ. അവര് എന്നെ കൊണ്ട് കാണിച്ചതാ. ഞാൻ കഴിച്ചില്ല. അതിരിക്കട്ടെ ഷെബീർ, എന്നെ ചെയ്തോന്ന് നോക്ക്. ഇയാള് ഞാൻ ഇപ്പൊ ലൈവിലല്ലേ കുരിപ്പേ. ഒരു മെസ്സേജ് ഇട് ഞാൻ നോക്കാം. അത് ലൈവ് കഴിഞ്ഞ ആദ്യം നോക്കാൻ നിന്റെ മെസ്സേജ് ആയിരിക്കും. അല്ലോ, അതെ. എനിക്കും മണിക്കായി. അസിനാക്ക് മണിക്കായി. അസിന കേക്ക് ഇന്നലെ 5 കിലോന്റെ കേക്ക് ഇന്നലെ മുറിച്ച്. ഇത് കഴിച്ചാ? ഇല്ല, 1K കണ്ടില്ലല്ലോ. പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. 5 കിലോന്റെ കേക്കാണ് ഇന്നലെ മുറിച്ചത് അസീന. ആണോ അസീനാത്ത? അല്ലോ, ഇപ്പൊ കട പൂട്ടിയിട്ടാണോ വീട്ടിലോട്ട് പോണ്ടേ? ഞാനിപ്പോ ഈ ലൈവ് കട്ടാക്കി ഞാനിപ്പോ വീട്ടില് പോകും, ഫുഡ് അടിക്കാൻ പോകും. പിന്നെ ഒരു 2 മണിക്ക് പോയാല് ഒരു 15 മിനിറ്റ്, 5 മിനിറ്റ് നിസ്കരിക്കാന്, 10 മിനിറ്റ് ഫുഡ് കഴിക്കാൻ, 2:15 തിരിച്ചു 15 മിനിറ്റ് ഉണ്ട്. റെസ്റ്റ് ഇല്ലേ? ഞാൻ വിചാരിച്ചു കിടന്നിട്ട് ഇനി വൈകിട്ടേ തുറക്കത്തോളം. അതിനാണ് ഷോപ്പില് നല്ല പോലെ ഞാൻ കാണിച്ചില്ല. ഷോപ്പില് അടിപൊളി ആയിട്ട് നമുക്ക് ഇതേപോലെയാണ് ബെഞ്ച് കണ്ടെങ്കിൽ. ഈ ബെഞ്ച് പറഞ്ഞാല് 10-22,000 രൂപ വിലയുള്ള ബെഞ്ചാണ്. സുഖമായിട്ട് ഇവിടെ കിടക്കാം. മനസ്സിലാണോ? ഓക്കെ.
നല്ല നല്ല മരത്തിന്റെ ബെഞ്ചാ സുഖമായിട്ട്. പിന്നെ അത് മാത്രമല്ല ഇത് കാണിച്ചില്ല ഉണ്ടോ, അടിപൊളി TV കിട്ടണ്ട. ഇത്ര സൗകര്യമുള്ളപ്പോ പിന്നെ അവിടെ പോയിക്കണ്ടോ. ഉമ്മായി ഉപ്പായി എല്ലാരും ഉണ്ടോ വീട്ടില്? ഉമ്മായും ഉപ്പായും. ഉമ്മ മരിച്ച് 3 കൊല്ലായി. അതാ ഐസ്ക്രീം ഇരിക്കുന്നു. ഐസ്ക്രീം കഴിഞ്ഞ്, ഐസ്ക്രീം ഇനി 4 മണിക്ക് വന്നിട്ട് വേണം. കോർണറ്റും ഒക്കെ ഇരിപ്പുണ്ടല്ലേ. അത് കഴിഞ്ഞ് സാധനം കഴിഞ്ഞതാ, ഇനി വന്നിട്ട് വേണം. കുട്ടിമോളെ ഒരു രണ്ടുപേരുടെയും മുഖം പബ്ലിക് കാണുന്നില്ല. യൂട്യൂബ് മാമൻ മുഖം കാണിക്കാൻ പറഞ്ഞു. എന്നെ ഇപ്പോൾ വിളിച്ചു മുഖം കാണിക്കണമെന്നുണ്ടോ യൂട്യൂബ് ലൈവില്? ഇല്ല ഒരു നിർബന്ധമില്ല കേട്ടാ. കുട്ടിമോളെ വേണം ഒരു കടല തിന്നോ, ഇജ്ജ് പറഞ്ഞല്ലേ. മോളിപ്പ ചാടി വരും. ചാടി വരൂന്നിപ്പം. കുട്ടിമോളെ വേണമെങ്കിൽ ഒരു കടല തിന്നോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം സജിദാത്ത. സജിത്ത് ചാനലാണോ? അല്ല, ചാനലല്ല. ആ ചാനലല്ലാത്തൊരു സബ് ചെയ്തേക്ക്. സബ് സബ്ബൊക്കെ വേദന വന്നല്ലേ അല്ലേ? വരും, എന്നും വരുന്നതാ. ബിസ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖം, അൽഹംദുലില്ലാ. ഇതിന്റെ അടുത്ത് തന്നെയല്ലേ വീട്? ഇവിടെ അടുത്തന്നെടാ, ഒരു 50 മീറ്റർ ഉള്ളൂ. അടുത്ത് സ്കൂളൊക്കെ ഉണ്ടോ? ഇവിടെ സെൻട്രൽ ഹൈവേ അല്ലേ, ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഹൈവേ ആണ്. ഈ പ്രോപ്പർ സ്ഥലത്തിന് എന്ത് പറയുന്ന, ഈ ഷോപ്പ് ഇരിക്കുന്ന ഈ പള്ളിയുടെ ഇവിടെ? ഇവിടെ ചാലശ്ശേരി എന്ന് പറയാ. ചാലശ്ശേരി. സാജിത്താടെ വീട് എവിടെയാണ്? പട്ടാമ്പി. പട്ടാമ്പിയാ? പട്ടാമ്പി എന്നല്ലേ പറയാ. തന്നെ ചോദിച്ചു നോക്ക്. പട്ടാമ്പി ആകുമ്പോ നമ്മളെ നാട്ടുകാരിയായല്ലോ. ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു വിസ്മി, അതാ. സാജിദാത്ത പട്ടാമ്പി അല്ലേ? അന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ പോലെ. പട്ടാമ്പി എവിടെ? പട്ടാമ്പി ആകുമ്പോ നമ്മളെ നാട് എടുത്തായല്ലോ. പട്ടാമ്പി എവിടെയാണ്?